ഇതെല്ലാം അസ്ഥാനത്താവുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ. ഒരു വലിയ വിഭാഗം നിഷ്പക്ഷമതികളായ ജനങ്ങൾ, പ്രത്യേകിച്ചും LDFിനോടും UDFിനോടും പ്രതിപത്തി പുലർത്തിയിരുന്ന ജനങ്ങൾ വയനാട്ടിൽ പോളിംഗിനോട് വിമുഖത കാണിച്ചു എന്നുള്ളത് ഒരു വസ്തുതയാണ്. വലിയ തോതിലുള്ള ന്യൂനപക്ഷ ഏകീകരണത്തിന് ശ്രമിച്ചിട്ടും വയനാട്ടിലെ ഉപതെരഞ്ഞെടുപ്പിൽ അത് ഫലം കണ്ടില്ല എന്നുള്ളതാണ് വസ്തുതകൾ കാണിക്കുന്നത്. പ്രത്യേകിച്ച് വഖഫ് ബോർഡിന്റെ അതിക്രമത്തിനെതിരെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നതിൽ ഒരു വലിയ കാരണമായിട്ടുണ്ട്. പരമ്പരാഗതമായി UDFിനെ പിന്തുണയ്ക്കുന്ന ക്രൈസ്തവ സമൂഹം ആവേശത്തോടെ പോളിംഗിന് എത്തിയില്ല എന്നുള്ളതാണ് വയനാട്ടിൽ പോളിംഗ് ശതമാനം കുറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. മുനമ്പം വിഷയത്തിൽ ഉൾപ്പെടെ UDF കാണിക്കുന്ന വഞ്ചന, LDFിന്റെ തെറ്റായ സമീപനം, ഈ സമീപനത്തിൽ തങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുകയാണ് എന്നുള്ള ധാരണ വോട്ടർമാരിൽ, പ്രത്യേകിച്ച് ക്രൈസ്തവ വോട്ടർമാരിൽ വ്യാപകമായി ഉണ്ടായി. ന്യൂനപക്ഷ അവകാശങ്ങൾ എന്ന് പറയുന്നത് ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം അവകാശമാണ് എന്നുള്ള നിലയിൽ ഇരു മുന്നണികളും കണക്കാക്കുകയാണ്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വയനാട്ടിലും ചേലക്കരയിലും പോളിംഗ് ശതമാനം കുറഞ്ഞത് ക്രൈസ്തവർ വോട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിച്ചതിനാലോ? BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനാണ് ഈ വാദം ഉന്നയിച്ചത്. ന്യൂനപക്ഷങ്ങളിൽ ക്രൈസ്തവരെ അവഗണിക്കുന്നുവെന്ന തോന്നൽ, അതും സർക്കാരിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും, അതായത് LDFിൽ നിന്നും UDFിൽ നിന്നും ഉണ്ടായതാണത്രേ ഈ നിലപാടിന് കാരണം. സഹായിക്കുന്നവരെ തിരികെ സഹായിക്കുമെന്ന കത്തോലിക്ക സഭയുടെ നിലപാടിന്റെ ചുവട് പിടിച്ച് ക്രൈസ്തവർ BJPയോട് അടുക്കുന്നുവെന്നാണ് ഈ അവകാശവാദത്തിന്റെ കാതൽ. എന്നാൽ വോട്ട് കുറഞ്ഞതിനെ ക്രൈസ്തവ വോട്ടുകളാണ് കുറഞ്ഞതെന്ന് വേർതിരിച്ച് കാണേണ്ടതില്ലെന്ന് LDFും UDFും. മുനമ്പത്തെ വഖഫ് വിരുദ്ധ സമരവും സമരത്തിന് ക്രൈസ്തവ സഭകളുടെ പിന്തുണയും, വിഷയം പരിഹരിക്കാത്തതിന് ബിഷപ്പുമാരുടെയും വൈദികരുടെയും സർക്കാർ വിരുദ്ധ പ്രതികരണങ്ങളും വോട്ട് ചെയ്യുമ്പോഴും മാറി ചെയ്യാനോ വിട്ടുനിൽക്കാനോ ക്രൈസ്തവ വിശ്വാസികളെ പ്രേരിപ്പിക്കുകയാണോ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. പ്രൈം ഡിബേറ്റിൽ BJP വക്താവ് ശ്രീ ജിജി ജോസഫ്, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N. ശ്രീകുമാർ, കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, CPM സഹയാത്രികൻ ഡോക്ടർ B. ജയരാജ് എന്നിവർ ചേരുകയാണ്. ആദ്യം ശ്രീ ജിജി ജോസഫ്, എന്താണ് ഇന്ന് BJP ഇത്തരം ഒരു അവകാശവാദം ഉന്നയിക്കുന്നത്? വയനാട്ടിലും ചേലക്കരയിലും, പ്രത്യേകിച്ച് വയനാട്ടിൽ വോട്ട് ശതമാനം, പോളിംഗ് ശതമാനം കുറഞ്ഞത് ക്രൈസ്തവർ വിട്ടുനിന്നതിനാലാണ്. അത് നിഷ്പക്ഷമതികളായ ആളുകൾ, ഒപ്പം തന്നെ കോൺഗ്രസിന് പരമ്പരാഗതമായി വോട്ട് ചെയ്തുകൊണ്ടിരുന്ന ആളുകൾ, അവർ വിട്ടുനിന്നു. ഇതാണ് കാരണം എന്ന് BJP കണ്ടെത്തുവാൻ എന്താണ് അതിന് പിന്നിലുള്ള ഒരു എന്തെങ്കിലും കണക്കുകൾ വേണ്ടേ, അതോ വെറുതെ അങ്ങ് പറയുന്നതാണോ? അല്ല, വെറുതെ പറയുന്നതല്ല മഞ്ജുഷ്. ഇതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട കാരണം എന്താണെന്നറിയോ? ഒന്ന്, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ അന്നത്തെ നിങ്ങൾ ഫയൽ എടുത്ത് നോക്കിയാൽ അറിയാം, വയനാട്ടിൽ ഉണ്ടായിരുന്നൊരു ക്യൂ, വല്ലാത്ത ക്യൂ ആയിരുന്നു എല്ലാ സമയത്തും ഉണ്ടായിരുന്നത്. ഇപ്പോൾ അവർ പറയുന്നത് ധാരാളം ആളുകൾ വലിയ പ്രതീക്ഷയോടുകൂടി പ്രിയങ്ക ഗാന്ധിയെ കാണുന്നു, ഇന്ദിരാഗാന്ധിയുടെ മൂക്കാണ്, വലിയ ഭൂരിപക്ഷമാണ് വരാൻ പോകുന്നത്, രാഹുലിനെക്കാട്ടിലും അങ്ങേയറ്റത്തേക്ക് എത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞത്. ആ പറഞ്ഞതിന് ഒരു അർത്ഥമില്ല എന്ന് മനസ്സിലായില്ലേ? ആ പറഞ്ഞതിന് അർത്ഥമില്ലാതെ വന്നതുകൊണ്ടാണ് ഈ റിസൾട്ട് നിന്നാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ക്രിസ്ത്യൻ വോട്ട് ഏകദേശം 13.7% ഉണ്ട്. 1,85,571 വോട്ടുകളുണ്ട് ക്രിസ്ത്യൻ വോട്ട് അവിടെ. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ അല്ലാത്ത മേഖലയിലൊക്കെ വന്നിരിക്കുന്ന ചില വോട്ട് ചെയ്യാതെ വന്നിരിക്കുന്ന ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഇടതുപക്ഷവും CPIയും തമ്മിലുള്ള പരസ്പരമുള്ള ചില ഇഷ്യൂ, സഹകരണമില്ലായ്മയുടെയൊക്കെ അടിസ്ഥാനത്തിൽ കുറച്ച് വോട്ട് കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ
തിരുവമ്പാടി മേഖല, ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള മേഖല, ഞങ്ങൾക്ക് ഓരോ ബൂത്തും അറിയാലോ. ഈ മേഖലയിൽ ഇതൊക്കെ വോട്ട് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം എന്നറിയോ? അതിനകത്ത് ഒരു പ്രശ്നം, കോൺഗ്രസിലായിരുന്നു പിന്നെ ഈ ക്രിസ്ത്യൻ മൈനോറിറ്റീസിന്റെ വലിയ പ്രതീക്ഷ. ബൾക്കായിട്ട് അവിടെയായിരുന്നു ഫിക്സഡ് ഡെപ്പോസിറ്റ് പോലെ വോട്ട് കിടന്ന്. കോൺഗ്രസ് അത് അങ്ങനെ തന്നെ കരുതിക്കൊണ്ടിരുന്നു. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റുള്ള വോട്ട് അവിടെ കിടക്കുന്നുണ്ടെങ്കിലും ഈ ഫിക്സഡ് ഡിപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് മുഴുവൻ കൊടുക്കുന്ന വേറെ മൈനോറിറ്റിക്കാണ്. ഡെപ്പോസിറ്റ് ഇവിടെയാണെങ്കിലും വേറെ മൈനോറിറ്റിക്കാണ് ഇൻട്രസ്റ്റ് മുഴുവൻ ചെല്ലുന്നത്. ഇങ്ങനെ ഫിക്സഡ് കൊടുത്തിട്ടും ഞങ്ങൾക്കൊരു ഒരു ഒരു നീതി കിട്ടുന്നില്ല എന്നൊരു ഏറ്റവും വിശ്വാസം ഉറപ്പിച്ചവർ ചതിക്കുമ്പോൾ ഒരു വിഷമമുണ്ടല്ലോ. ആ ഷോക്കാണ് സത്യത്തിൽ ക്രിസ്ത്യൻ സമൂഹത്തെ വയനാട്ടിലും അതുപോലെ ചേലക്കരയിലും വോട്ട് ചെയ്യാൻ പോകാതിരിക്കാൻ അവർക്ക് പ്രചോദനം ഉണ്ടായ കാരണം. പക്ഷെ പാലക്കാട്ടെ സ്ഥിതി അതല്ല. പാലക്കാട്ട് ഞങ്ങളും കോൺഗ്രസും തമ്മിൽ നേരിട്ട് മത്സരം നടക്കുകയാണ്. അതിൽ ഞങ്ങൾ ബഹുദൂരം മുന്നിലാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ആളുകൾക്ക് ക്രൈസ്തവ മേഖലയിൽ മുനമ്പം ഇഷ്യൂ വന്ന സമയത്ത് ഈ ഇത്ര ഇഷ്യൂ ഒക്കെ നിൽക്കുന്ന സമയത്ത് ഈ 600 ആളുകളുടെ വീടുകൾ പോകുന്ന സമയത്ത് അത് നിയമസഭയിൽ ഇടതുപക്ഷത്തിന്റെ ആള് പറയുന്ന വലതുപക്ഷത്തിന്റെ ആള് എന്ന നിലയ്ക്ക് KPA മജീദ് പറയുന്ന സമയത്ത് എല്ലാ ക്രിസ്ത്യൻ MLA-മാരും മുസ്ലിം MLA-മാരും ഹിന്ദു MLA-മാരും ഇങ്ങനെ എല്ലാവിധ ആളുകളും അവിടെ ഉണ്ട്. ഈ നീതിയാണ്, സോഷ്യലിസമാണ്, എല്ലാവർക്കും കൊടുക്കുന്ന, എല്ലാവരും ഉൾക്കൊള്ളുന്നു എന്നൊക്കെ പറയുന്ന മൈനോറിറ്റീസിന് വേണ്ടി പൊട്ടിക്കരയുന്നവർ അവിടെ മിണ്ടാതിരുന്നു കൊടുത്തു. അപ്പൊ അപ്പുറത്തുനിന്നൊരു മന്ത്രി എഴുന്നേറ്റ് പറഞ്ഞു ഇത് മുഴുവൻ കൈയൊഴിപ്പിക്കും. ഇവരിൽ നിന്ന് നികുതി ഈടാക്കുന്നത് ഒരു ഫിസിക്കൽ എക്സസൈസ് ആണെന്നും അത് മാത്രമല്ല അത് ഗവൺമെന്റിന്റെ നികുതി വരുമാനം കുറയാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രക്രിയമാണ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പാവങ്ങളെ പറ്റിക്കുകയല്ലേ, അവസാന നിമിഷം വരെ ഊറ്റിയെടുക്കുക എന്നിട്ട് പറ്റിക്കുക. ഈ നിലപാടാണ് ക്രൈസ്തവ മേഖലയിൽ വലിയ ഷോക്ക് ഉണ്ടാക്കിയത്. അത് നിങ്ങളിപ്പോൾ ആ കാര്യം തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. കാരണം പാലക്കാട് നിങ്ങളുടെ ഒരു ലക്ഷ്യമാണ്. കാരണം അവിടെ എണ്ണത്തിൽ കുറവാണെങ്കിലും ക്രൈസ്തവ വോട്ടുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അവകാശവാദം അനുസരിച്ച് ഏതാണ്ട് 6000 വരും. എന്നാലും ഒരു 4000-നും മുകളിൽ വോട്ടുകൾ ഉണ്ടാകാനാണ് സാധ്യത. അത്രയും എങ്കിലും പോൾ ചെയ്യുകയും എന്ന് വിചാരിക്കാം. അതുകൊണ്ട് പാലക്കാട് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഈ വിഷയം ഉന്നയിക്കും. വയനാടും ചേലക്കരയിലും ഒക്കെ ക്രൈസ്തവ വോട്ടുകൾ പോൾ ചെയ്തിട്ടില്ല. അതിന് കാരണം LDF-ന്റെയും UDF-ന്റെയും ക്രൈസ്തവ വിരുദ്ധ സമീപനമാണ്. അതായത് ന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണുന്ന ആ സമീപനമാണെന്ന്. പക്ഷേ ഈ വയനാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ മറ്റ് പല കാരണങ്ങളും പ്രതിഫലിച്ചിട്ടില്ലേ ഈ പോളിംഗ് ശതമാനം കുറയാൻ? ഉദാഹരണത്തിന് അടുത്തടുത്ത് ഇങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നു, ഉപതെരഞ്ഞെടുപ്പ് വളരെ പെട്ടെന്ന് വരുന്നു. അത് മാത്രമല്ല ഈ ഉപതെരഞ്ഞെടുപ്പിൽ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം കൂട്ടുന്നതിന് വേണ്ടി മാത്രമുള്ള ഒരു മത്സരം നടക്കുന്നു. അപ്പോൾ ഒരു ആവേശകരമായ ഒരു മത്സരമില്ല. അത് തീരുമാനിച്ചു കഴിഞ്ഞ ഒരു പോരാട്ടമാണ്. അപ്പോൾ പിന്നെ എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു മനസ്സിലുള്ളൊരു തോന്നൽ അവിടെ പ്രതിഫലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്തും മറ്റുനിന്നുമുള്ളവർ നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് വോട്ട് ചെയ്തിട്ട് പോകുമായിരുന്നു. പക്ഷേ ഇത്തവണയും അതിനുള്ളൊരു താല്പര്യവും കണ്ടില്ല. ഇങ്ങനെയുള്ള ഘടകങ്ങൾ പ്രതിഫലിച്ചിട്ടില്ലേ? പിന്നെ വയനാട് ദുരന്തമുണ്ടായ ഒരു സമയം, അതിൻ്റെ ഒരു ഷോക്ക് ഇപ്പോഴും നിലനിൽക്കുന്ന സമയം, ഇത്തരം പല ഘടകങ്ങളും വന്നിട്ട് അതിൽ ഒരു ഘടകത്തെ മാത്രം നിങ്ങളിങ്ങനെ പിക്ക് ചെയ്തെടുക്കുകയാണ്. അത് ഈ ക്രൈസ്തവ വിരുദ്ധ സമീപനം UDF-ഉം LDF-ഉം സ്വീകരിക്കുന്നു എന്നത്, അതിന് പിന്നിൽ സ്വാഭാവികമായിട്ടും പാലക്കാട് തന്നെയാണല്ലോ നിങ്ങളുടെ ലക്ഷ്യം, BJP-യുടെ. അല്ല, അതിനെ അങ്ങനെ കാണണ്ട. കാരണം ഈ രാഹുലിനെക്കാട്ടിലും പ്രിയങ്കരിയാണല്ലോ പ്രിയങ്ക ആണല്ലോ. രാഹുൽ വരുന്നതിലുപരി പ്രിയങ്ക പ്രത്യേകിച്ച് സ്ത്രീയാണ്, ഇന്ദിരാഗാന്ധിയെ പോലെ ഇരിക്കും. അവർ വരുമ്പോൾ വലിയ ആവേശം ഉണ്ടാവേണ്ടതാണ്. ഈ വലിയ ആവേശം ഉണ്ടായേനെ, ഒരു തർക്കമില്ല. വലിയ ആവേശം ഒരുപക്ഷെ ഒരു പരിധിക്ക് അപ്പുറം ഉണ്ടായേനെ. പക്ഷെ ഈ വിശ്വസിച്ചവർ ചതിക്കുകയും ചതിക്കുഴിയിലാക്കുകയും ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന സാധാരണ മനുഷ്യന്റെ ഒരു ഷോക്കുണ്ട്. ആ ഷോക്കിൽ നിന്ന് ഇപ്പോഴും മുക്തി നേടാൻ വയനാട്ടിലെ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതിന് കാരണമുണ്ട്. അവരെത്രയേറെ പ്രതീക്ഷിച്ചാണ് ഈ UDF-ന് അവർ ഇത്രയും കാലം വോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം, തട്ടിൽ പിതാവിനെ പോലുള്ളവർ പറഞ്ഞു പരമ്പരാഗതമായ ചിഹ്നത്തിൽ കുത്തണമെന്ന് ഒരു നിർബന്ധമില്ല, മാറ്റി കുത്തിയാലും ഒരു കുഴപ്പമില്ല.
ഇത്തരം പ്രഖ്യാപനങ്ങൾ പക്ഷെ മാറ്റിക്കുത്തിയെന്ന് നിങ്ങൾ അവകാശപ്പെടുന്നില്ല. ബാധിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. ബിജെപിക്ക് വോട്ട് ചെയ്തു എന്ന് നിങ്ങൾ അവകാശവാദം ഉന്നയിക്കുന്നുമില്ല, അവർ മാറി നിന്നു എന്നാണ്. അവര് വയനാട്ടിലായതുകൊണ്ട് അവർ മാറി നിന്നു. പാലക്കാട് അങ്ങനെയല്ല. പാലക്കാട് അവർ മാറി നിൽക്കില്ല. ഞങ്ങൾ റൂട്ടിൽ നടക്കുന്നവരില്ലേ, പാലക്കാട്ടിൽ അവർ മാറി നിൽക്കില്ല. ശരി ജിജി, ശരി. ഞാൻ രാജീവ് കൊച്ചുപറമ്പിലേക്ക് പോവുകയാണ്. ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, ബിജെപി ഈ ഉന്നയിക്കുന്ന ഈ അവകാശവാദത്തിൽ കഴമ്പുള്ളതാണോ? വയനാട്ടിൽ ഇത്രയും പോളിംഗ് ശതമാനം കുറഞ്ഞത്, ഏകദേശം 8% പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ. വോട്ടർമാരുടെ എണ്ണം കൂടിയിട്ട് പോലും ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തേക്കാൾ കുറവാണ് ഉപതെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ ക്രൈസ്തവ സമൂഹം വിട്ടുനിന്നത് കൊണ്ടാണ്, മുഴുവനായി എന്നല്ല, ഒരു വലിയ വിഭാഗം വിട്ടുനിൽക്കുകയായിരുന്നു ക്രൈസ്തവ സമുദായത്തിലെ, അതാണ് കാരണമായത് എന്നുള്ള ഈ വിലയിരുത്തലുണ്ടല്ലോ, അത് ശരിയാണോ? അതിന് കാരണം UDF-ന്റെയും LDF-ന്റെയും ക്രൈസ്തവ വിരുദ്ധ സമീപനമാണ് എന്ന് മുനമ്പം പോലുള്ള വിഷയങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വയനാട്ടിലെയും ചേലക്കലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഉണ്ടായ വിലയിരുത്തലിലാണ് ഈ വക കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. വയനാട്ടില് ഇത്രയധികം പോളിംഗ് കുറഞ്ഞതിനെ കുറിച്ച് പല കാരണങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം മുനമ്പം വിഷയത്തിലുള്ള പ്രതികരണമാണ് എന്നതിൽ സംശയമൊന്നുമില്ല. എന്നാൽ വയനാട്ടിലെ വിഷയങ്ങൾ പലതാണല്ലോ. നമുക്കറിയാം, ESIയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം വലിയ ഗൗരവമായിട്ട് ചർച്ചയ്ക്ക് വന്നതാണ്. പക്ഷേ ആ വിഷയങ്ങളിൽ നമ്മളുടെ സർക്കാരുകൾ കാണിച്ച നിസ്സംഗത വയനാട്ടിലെ ജനങ്ങൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവിടെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു പ്രദേശമാണ് ESIയുമായി ബന്ധപ്പെട്ട വിഷയം. വന്യമൃഗങ്ങളുടെ ആക്രമണം തുടരെ ഉണ്ടായിട്ടുണ്ട് വയനാട്ടിൽ. പക്ഷെ ആ കാലഘട്ടങ്ങളിലൊന്നും നമ്മളുടെ സർക്കാർ, പ്രത്യേകിച്ച് വനം വകുപ്പ്, വളരെ നിഷേധാത്മകമായിട്ട് ആ വിഷയങ്ങളിലെല്ലാം പ്രതികരിച്ചു എന്നുള്ളത് ജനത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ജീവിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യം വയനാട്ടിൽ തന്നെ ഉണ്ടെന്നുള്ളത് അവിടെയുള്ള ആളുകളെ മാറ്റി ചിന്തിക്കുന്നതിലോ അല്ലെങ്കിൽ ഒരുപക്ഷെ നിസ്സംഗരായതിലെ കാരണമായിട്ടുണ്ട് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം പലപ്പോഴും സർക്കാരുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഒരു തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള സമീപനം ഉണ്ടാകാറില്ല. പക്ഷെ രാജീവ്, ഇവിടെ ബി ജെ പി ഉയർത്തി കാട്ടുന്നത്, ഇവിടെ ജിജി ജോസഫും അത് പറഞ്ഞുവല്ലോ, ഈ ന്യൂനപക്ഷങ്ങളിൽ തന്നെ ഒരു പക്ഷത്തെ മാത്രം കണക്കിലെടുക്കുന്ന സർക്കാരിന്റെ നിലപാട്, സർക്കാരിന്റെ ആ നിലപാടിനെ അനുകൂലിക്കുന്ന പ്രതിപക്ഷത്തിന്റെ ആ ഒരു മനോഭാവം, ഇത് ക്രൈസ്തവരെ മാറ്റി ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇതിനോട് കത്തോലിക്ക കോൺഗ്രസിന് യോജിക്കാൻ കഴിയുന്നുണ്ടോ? ഇപ്പോൾ തട്ടിൽ പിതാവ് പറഞ്ഞ കാര്യവും ഇവിടെ ജിജി ജോസഫ് പറയുകയുണ്ടായി. മുനമ്പത്ത് വന്ന് അദ്ദേഹം പറഞ്ഞത് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്നവർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധവുമില്ല, മാറ്റി ചെയ്യാം എന്ന് അദ്ദേഹം പറഞ്ഞത് കൂടി കണക്കിലെടുക്കുകയാണോ ക്രൈസ്തവർ? പിന്നെയുള്ളത്, പെട്ടെന്ന് പോയി BJPക്ക് വോട്ട് ചെയ്യാൻ മടിയുള്ളത് കൊണ്ട് എന്നാൽ പിന്നെ പോളിംഗ് ബൂത്തിലേക്കേ പോകേണ്ട എന്ന് ക്രൈസ്തവർ തീരുമാനിച്ചു. ഈ വാദങ്ങൾ ശരിയാണോ? ഈ വിഷയത്തില് മുനമ്പവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നമ്മളുടെ ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ തട്ടിൽ പിതാവ് പറഞ്ഞ കാര്യം ഇവിടെ പ്രഭാഷകൻ കോട്ട് ചെയ്ത് പറഞ്ഞു. തട്ടിൽ പിതാവ് പറഞ്ഞു, പലപ്പോഴും പല സഭാധ്യക്ഷന്മാരും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് തന്നെ പല വേദികളിൽ ഈ വിഷയം ചർച്ച ചെയ്തു. മുനമ്പത്തെ വിഷയത്തില് നമ്മളുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അത് ഭരണപക്ഷമായിക്കൊള്ളട്ടെ പ്രതിപക്ഷമായിക്കൊള്ളട്ടെ, ഒരു ഇരട്ടത്താപ്പ് സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അതെല്ലാ ആളുകൾക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നിയമസഭയില് 140 MLA-മാർ ഒന്നു ചേർന്ന് വഖഫ് നിയമ ഭേദഗതിക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കുകയും അതിൽ പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവർ പറയുന്നത് ഞങ്ങൾ മുനമ്പത്തെ ജനങ്ങൾക്കൊപ്പമാണെന്നാണ്. മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും വഖഫ് നിയമത്തിന്റെ ഭേദഗതി ആവശ്യമാണ്. അപ്പൊ ഈ ഒരു ഒളിച്ചുകളി അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് നയം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, അത് കേരള സമൂഹത്തിൽ ഒന്നടങ്കം ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ആ ഒരു സ്വാധീനം വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പരമ്പരാഗതമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ സ്ഥിരമായിട്ട് വോട്ട് ചെയ്യണോ എന്ന് ചിന്തിക്കണം എന്നുള്ള കാര്യം സ്വാഭാവികമായിട്ട് ഈ സമുദായത്തിലെ എല്ലാ ആളുകളും ചിന്തിക്കുന്ന കാര്യമാണ്. കാരണം കുറെ കാലഘട്ടങ്ങളായിട്ട് പല വിഷയങ്ങളിലും നിഷേധാത്മകമായ സമീപനം ഉണ്ടാകുന്നു. മാത്രമല്ല ചില വിഷയങ്ങളിൽ ഒറ്റപ്പെടുത്തുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ ന്യൂനപക്ഷങ്ങളിലെ ഒരു വിഭാഗത്തെ പൂർണ്ണമായിട്ട് അവഗണിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ സംസ്ഥാന സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്? അപ്പോൾ നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുറവിളി ഈ സമുദായത്തിലുള്ള ആളുകളുണ്ട്. പ്രത്യേകിച്ച് സമുദായത്തിലുള്ള ആളുകൾ ഈ മുനമ്പം വിഷയം മാത്രമല്ല കേട്ടോ, ഈ സമുദായത്തിലെ ആളുകൾ മജോറിറ്റിയും കർഷകരാണ്. കർഷക പ്രശ്നങ്ങളിലും ഈ നിഷേധാത്മക നിലപാട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ നിഷേധാത്മക നിലപാടിനെതിരെയുള്ള ഒരു പ്രതിഷേധം ആളുകളുടെ ഉള്ളിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന് ഒരു കാര്യം പറയാനുള്ളത്, കത്തോലിക്ക കോൺഗ്രസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ നടത്തി. 2000-ഓളം വരുന്ന പ്രദേശങ്ങളിൽ ഐക്യദാർഢ്യ സമ്മേളനം നടത്തി മുനമ്പവുമായി ബന്ധപ്പെട്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ കാര്യങ്ങളിലെല്ലാം നമ്മുടെ ആളുകൾ പറയുന്ന ഒരു കാര്യം, നമ്മൾക്ക് രാഷ്ട്രീയമായിട്ടൊരു നിലപാട് എടുക്കേണ്ട സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്.
അതിപ്പോ രാഷ്ട്രീയമായിട്ടെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിനെ അനുകൂലിക്കുവാനായിട്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തുവാനായിട്ടുള്ളതല്ല. നമ്മളുടെ സമുദായത്തിലെ ആളുകളുടെ പ്രശ്നത്തെ അത് രാഷ്ട്രീയ പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് രാഷ്ട്രീയമായിട്ട് പരിഹാരം കാണുവാനായിട്ടുള്ള ശ്രമം സമുദായത്തിൽ ഉണ്ടാകണമെന്നുള്ള വികാരം പൊതുവെ ഈ ആളുകളുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ മുൻപ് വിഷയത്തിൽ ഒളിച്ചുകൾ നടത്തിയിരിക്കുന്ന ആളുകളോടുള്ള ഒരു അമർഷം സ്വാഭാവികമായിട്ട് ആളുകളുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ ആളുകൾ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാകാം. പക്ഷെ കത്തോലിക്ക കോൺഗ്രസിനും കത്തോലിക്ക സഭയ്ക്കും ഒരു കാര്യം ഉറപ്പാണ്, കക്ഷി രാഷ്ട്രീയത്തിൽ നമ്മൾ ഇടപെടില്ല. പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ ആര് തയ്യാറാകുന്നോ അവരോട് നമ്മൾ ഒരു പക്ഷേ നമ്മൾ തിരിച്ചും അവരോട് നമ്മൾ അവരെ സ്വീകരിക്കുവാനായിട്ടോ അവരെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ഒരു മനോഭാവം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നതാണ്. ശരി, ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, അതാണ് കത്തോലിക്ക സഭ തുടർച്ചയായിട്ട് ബിഷപ്പുമാരും വൈദികരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അത് വിശ്വാസികളിലേക്ക് എത്തിയിട്ടുണ്ടോ എന്നാണ് വയനാട്ടിലെ ഈ പോളിംഗ് ശതമാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ചോദിക്കുവാനുള്ളത്. ശ്രീ എൻ ശ്രീകുമാർ, നഷ്ടം സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനാണ്. കാരണം പരമ്പരാഗതമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന വിഭാഗമാണ് വിട്ടുനിൽക്കുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ വയനാട്ടിൽ ഇത് ഒരു തരത്തിലും പ്രതിഫലിക്കുകയില്ല. പ്രിയങ്കയുടെ ഭൂരിപക്ഷത്തിൽ കുറവ് സംഭവിക്കുന്നു എന്നുള്ള ഒരു കാര്യമേ ഉള്ളൂ. അത് പക്ഷേ അത് മേക്കപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ. പക്ഷേ അങ്ങനെയല്ലല്ലോ ഇനി അങ്ങോട്ട് വരുന്നത്. പാലക്കാട് ബാക്കി കിടക്കുകയാണ്. പിന്നെ ഇനിയും തെരഞ്ഞെടുപ്പുകൾ വരുന്നു. അപ്പോൾ ക്രൈസ്തവ വിഭാഗം ഇങ്ങനെ മാറി ചിന്തിക്കുന്നു, അങ്ങനെ ഒരു പ്രതീതിയെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതല്ലെങ്കിൽ കത്തോലിക്ക കോൺഗ്രസും കത്തോലിക്ക സഭയും ഒക്കെ പറയണമായിരുന്നു, അങ്ങനെ ക്രൈസ്തവർ വിട്ടുനിന്നിട്ടൊന്നുമില്ല, ഇത് പരമ്പരാഗതമായി വോട്ട് ചെയ്യുന്നവർക്കാണ് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള സന്ദേശങ്ങളെങ്കിലും നൽകണമായിരുന്നു. അതൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഈ വിലയിരുത്തൽ ശരിയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ. മനുഷ്യരിലെ രണ്ട് കാര്യങ്ങളാണ് നിരീക്ഷിക്കേണ്ടത്. ഒന്ന്, BJP എന്തുകൊണ്ട് ഇന്ന് അങ്ങനെ പറഞ്ഞു എന്നത്. രണ്ട്, ഈ ക്രൈസ്തവ സംഘടനകൾ ഒരു സമ്മർദ്ദ ഗ്രൂപ്പായി മാറുന്നു എന്നുള്ളത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇന്ന് പറഞ്ഞതിന് ഒരു വിധത്തിലുള്ള കണക്കുകളും അതിന് പിൻബലം നൽകുന്നില്ല. കഴിഞ്ഞ തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ നടന്നു. ആ 20 മണ്ഡലങ്ങളിൽ നടക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ആവേശം അത് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അത് പ്രിയങ്ക ഗാന്ധിയെ വന്നു എന്നുള്ളത് കൊണ്ട് അത് കുറഞ്ഞു എന്ന് പറയുന്നത് അവരുടെ രാഷ്ട്രീയ താല്പര്യം മാത്രമാണ്. പ്രിയങ്ക ഗാന്ധിയെ കണ്ടുകൊണ്ടല്ലല്ലോ വയനാട്ട് ഉപതെരഞ്ഞെടുപ്പ് വെച്ചത്. അവിടെ BJP മത്സരിച്ചിട്ടുണ്ട്. അപ്പൊ BJP സ്ഥാനാർത്ഥിയെ ജനങ്ങള് കണക്കിലെടുത്തിട്ടില്ലേ? അവിടെ LDF സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, അവിടെ കണക്കിലെടുത്തിട്ടില്ല. പ്രിയങ്ക വന്ന് മത്സരിച്ചിട്ടും പോളിംഗ് കുറഞ്ഞു എന്ന് പറയുമ്പോഴ് പ്രിയങ്ക മത്സരിച്ചത് UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്, അല്ലാണ്ട് പ്രിയങ്ക ഒരു പ്രത്യേക രീതിയിൽ വന്ന് മത്സരിച്ചതല്ലല്ലോ. അവിടെ 65% ഏതാണ്ട് പോളിംഗ് ഇത്തവണയുണ്ട്. കഴിഞ്ഞ തവണ അതിന്റെ ഒരു 5-6% കൂടുതലുണ്ടായിരുന്നു. ഈ 65% പോളിംഗ് നടത്തിയതിന്റെ ഫലം വന്നിട്ട് വേണ്ട നമ്മൾ വിലയിരുത്താൻ. ഫലം വല്ലാതെ എങ്ങനെയാണ് ഈ BJP ഇങ്ങനെ വിലയിരുത്തുന്നത് ഞാൻ അത്ഭുതപ്പെടുകയാണ്. അല്ല, അവിടെ പാലക്കാട് ബാക്കി കിടക്കുന്നതുകൊണ്ടാണെന്ന് വ്യക്തമാണല്ലോ ശ്രീ എൻ ശ്രീകുമാർ. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അതെ, പക്ഷേ അല്ല, അത് മഞ്ജുഷ, ഒരു കാര്യമുണ്ട്. ഒരു രാഷ്ട്രീയ കക്ഷി ഒരു ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് 7 അസംബ്ലി മണ്ഡലങ്ങളുണ്ടല്ലോ, തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ അതിൽ സത്യസന്ധമായ നിരീക്ഷണം കാണിക്കണം. കാരണം ക്രിസ്ത്യൻ വോട്ട് കുറഞ്ഞു എന്ന് ഇവരെങ്ങനെയാ മനസ്സിലാക്കിയത്? ഇവരെല്ലാ ക്രിസ്ത്യൻ വീഡിയോയിൽ പോയിട്ട് ചോദിച്ചോ നിങ്ങൾ വോട്ട് ചെയ്തില്ല എന്ന്? അവിടെ ക്രിസ്ത്യൻ വോട്ട് മാത്രം കുറഞ്ഞു, അത് മുനമ്പം കാരണമാണ്, അല്ലെങ്കിൽ 2 മുന്നണികളെ എതിർപ്പുള്ളതാണ്. ഇതൊക്കെ എത്ര കാലമായിട്ട് BJPയോടെ പറഞ്ഞു നടക്കുകയാണ്. BJPയുടെ ഈ ക്രൈസ്തവ ന്യൂനപക്ഷ പ്രീണന രാഷ്ട്രീയമൊക്കെ നമ്മൾ ഒരുപാട് കാലമായി കാണുന്നതാണ്. BJP പറയുന്നതിനും അപ്പുറം കത്തോലിക്ക കോൺഗ്രസും അങ്ങനെ ഒരു നിലപാട് തന്നെ സ്വീകരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു താങ്കളുടെ നിരീക്ഷിക്കുന്നത് എങ്ങനെയെന്ന് അറിയില്ല, ജിജി ജോസഫ് പറഞ്ഞ ഏതാണ്ട് അതേ നിലപാട് തന്നെയല്ലേ ശ്രീ രാജീവ് കൊച്ചുപറമ്പിലും ഇവിടെ പറഞ്ഞത്. ശ്രീ എൻ ശ്രീകുമാർ കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അപ്പോൾ സമാനമായ നിലപാടാണ്. അദ്ദേഹം BJP കാരനല്ലല്ലോ. രാജീവ് കൊച്ചുപറമ്പിൽ ഒരു BJP കാരനല്ല. അല്ല, ഞാൻ പറഞ്ഞ കത്തോലിക്ക കോൺഗ്രസ് ആണെങ്കിലും BJP പ്രതിനിധി ആണെങ്കിലും അവരുടെ നിരീക്ഷണം അങ്ങനെ ഞാൻ അവരെ കുറ്റം പറയില്ല. ഞാനതിൽ കണക്കുകളുടെ അടിസ്ഥാനമില്ലെന്നേ പറഞ്ഞിട്ടുള്ളൂ. റിസൾട്ട് വന്നിട്ടാണെങ്കിൽ നമ്മൾ ഈ പറയുന്നതിലൊക്കെ ശരിയുണ്ട്. 65% വോട്ടിങ്ങില് പ്രിയങ്ക ഗാന്ധിക്ക് 4.5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം കിട്ടില്ല എന്ന് നമുക്ക് ഇപ്പൊ ഗണിക്കാൻ പറ്റുമോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല്, സാധാരണഗതിയിലെ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാല് ആ തെരഞ്ഞെടുപ്പിന്റെ ശതമാന കണക്കുകൾക്ക് നമ്മൾക്ക് വ്യക്തമായ വിശകലനം നടത്താൻ കഴിയുക ഫലം വന്ന ശേഷമാണ്. ഏത് തെരഞ്ഞെടുപ്പ് നമ്മുടെ നാട്ടിൽ നടന്നാൽ പണ്ടുള്ള തൊട്ടുള്ളൊരു കാര്യമുണ്ട്. LDF ജയിച്ചാൽ അപ്പൊ പറയാം ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ LDFൽ ഒഴുകി.
UDF ജയിച്ചാൽ പറയാം ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ UDF ഒഴുകി. കത്തോലിക്ക കോൺഗ്രസ് ആണെങ്കിലും സഭാ നേതൃത്വമാണെങ്കിലും അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളുണ്ട്. നേരെ മറിച്ച് സഭാ വിശ്വാസികളുടെ രാഷ്ട്രീയം വേറെയാണ്. സഭാ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ സഭാ നേതൃത്വം പറയുന്നത് പൂർണ്ണമായും അംഗീകരിക്കുന്ന ഒരു കുറച്ചു പേരതിലുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അവർക്ക് രാഷ്ട്രീയമുള്ളവർ ആ രാഷ്ട്രീയം അനുസരിച്ചിട്ടേ വോട്ട് ചെയ്യുള്ളൂ. അത് കോൺഗ്രസ് വിരുദ്ധമാകുന്നത് എങ്ങനെയാണ്? പ്രിയങ്ക ഗാന്ധി ദേശീയ തലത്തിൽ BJPയുടെ നിലപാടുകളുടെ ക്രൈസ്തവ പള്ളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്കറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങളില് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു കാലാകാലങ്ങളിലായിട്ട്? മതേതരത്വം എന്നുള്ളത് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി ചേർത്ത ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് ആണ് ഇന്നുള്ളത്. അത് ആദ്യം മനസ്സിലാക്കണം. പക്ഷെ അതേ കോൺഗ്രസിനെ തന്നെ നോക്കിക്കൊണ്ട് കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാരും വൈദികരും പറയുകയാണ്, അതിൽ മേജർ ആർച്ച് ബിഷപ്പും ഉൾപ്പെടുകയാണ്. അവർ പറയുന്നത് എന്താണ്? ഈ ന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണുന്നു എന്നാണ്. അതായത് ക്രൈസ്തവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് പരിഗണന വരുന്നത് എന്ന് പറയുമ്പോൾ അത് ഭരണപക്ഷത്തിന് നേരെ മാത്രമല്ല, LDF സർക്കാരിന് നേരെ മാത്രമല്ല, അതിൽ നിശബ്ദമായിട്ടെങ്കിലും അതിനെ അനുകൂലിക്കുന്ന, അല്ലെങ്കിൽ ചില സമയത്ത് കൈയടിച്ച് അതിനോടൊപ്പം നിൽക്കുന്ന UDFനെയും കൂടിയാണ്, പ്രതിപക്ഷത്തെയും കൂടിയാണ്. അത് പലതവണ ബിഷപ്പുമാർ തന്നെ പറയുന്നതാണ്. താങ്കൾ പറഞ്ഞു ശരിയാണ്, വിശ്വാസികളെല്ലാം കേൾക്കണമെന്നില്ല, അത് ശരിയുമാണ്. അതായത് AICC നേതൃത്വത്തിന് ഒരു നിലപാടേ ഉണ്ടാവുള്ളൂ. BJPക്ക് കേന്ദ്രത്തിന് കേരളത്തിലും നിലപാടെടുക്കാം, CPMന് കേന്ദ്രത്തിലും കേരളത്തിലും നിലപാടെടുക്കാം. ഇപ്പൊ മുനമ്പം വിഷയത്തിലാണ് ഇവരെ കാര്യമായിട്ട് ഇപ്പൊ കൊണ്ടുവരുന്നത്. വയനാട് തെരഞ്ഞെടുപ്പ് നടന്നത് സമയത്ത് മുനമ്പം വിഷയം അതിങ്ങനെ പുരോഗമിച്ചു വരുന്നുണ്ടോ എന്നത് ശരിയാണ്. മുനമ്പം വിഷയം നോക്കിയിട്ടാണ് വയനാട്ടിൽ വോട്ട് ചെയ്തതെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ യാതൊരു അർത്ഥവും അതിനില്ല. കാരണം വയനാട് അതിലും വലിയ പ്രശ്നങ്ങൾ കിടപ്പുണ്ട്. നേരത്തെ നമ്മുടെ സുഹൃത്ത് പറഞ്ഞ പോലെ മൃഗശല്യമുണ്ട്, അവിടുത്തെ ചൂരൽമല ദുരന്തമുണ്ട്, ഒരുപാട് വിഷയങ്ങൾ ഇവിടെ കിടപ്പുണ്ട്. നേരെ മറിച്ച് അവിടെ മുനമ്പം അല്ല അപ്പൊ ചർച്ച ചെയ്യുക. ഇത്തവണ വയനാട് ചർച്ച ചെയ്തിട്ടുള്ളത് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ചർച്ച ചെയ്യുന്നുള്ളത് ശരിയാണ്. കാരണം പ്രിയങ്ക ഗാന്ധി ദേശീയ തലത്തിലെ ഒരു ശ്രദ്ധേയായ മുഖമാണ്. അവര് വയനാട്ടിൽ വരുമ്പോൾ അതിൻ്റെതായ ഒരു പ്രചാരണത്തിന് ഉണ്ടാകുന്ന ഊർജ്ജം നിസ്സാരമല്ല. പക്ഷെ BJP കഴിഞ്ഞ തവണ അവരുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഉള്ള നിലപാട് എന്തായിരുന്നു? അവിടുത്തെ വോട്ടർമാരുടെ 6 മാസം കൊണ്ട് ഒരു വോട്ടറുടെ നിലപാടൊന്നും മാറില്ല. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. കേരളത്തിലാണ് ശ്രീകുമാർ, പക്ഷെ പ്രിയങ്ക വന്ന അത്രയും ആവേശം ഉണ്ടാക്കിയിട്ടും വോട്ടർമാരിൽ അത് പ്രതിഫലിച്ചില്ലല്ലോ. അതിനുള്ള ഒരു കാരണമായിട്ട് ഞാനതിന് ഒരു കാരണമായിട്ടേ കാണുന്നുള്ളൂ. BJP അതിന്റെ മുഖ്യ കാരണമായിട്ട് ഇതിനെ കാണുന്നു എന്നേ ഉള്ളൂ. ഈ ക്രൈസ്തവ വോട്ടുകൾ കൃത്യമായിട്ട് വീണിട്ടില്ല, പോളിംഗ് ബൂത്തിലേക്ക് ക്രൈസ്തവർ വോട്ട് ചെയ്യാൻ വരുന്നതിൽ വിമുഖത കാട്ടിയെന്ന് ഡോക്ടർ B. ജയരാജ്, ഇക്കാര്യത്തിൽ LDFന് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷേ ക്രൈസ്തവരുടെ വോട്ടുകൾ കൃത്യമായിട്ട് വീണില്ലെങ്കിൽ അത് UDFനാണ് ദോഷകരമായി ബാധിക്കുക. അതുകൊണ്ട് തന്നെ LDF ഈ മുനമ്പം വിഷയം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടായാലും പരിഹരിക്കാമെന്നുള്ള നിലപാടിലേക്ക് പോയി UDFന് അതിനെ അനുകൂലിക്കേണ്ടിയും വന്നു. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് കാണുന്നത്. ഡോക്ടർ ജയരാജ് കേട്ടോ? അവസാനം പറഞ്ഞത് മാത്രം കേട്ടില്ല. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മുനമ്പം വിഷയം പരിഹരിക്കാമെന്നാണല്ലോ തൽക്കാലം LDF സർക്കാർ ഒരു ഉറപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ നഷ്ടപ്പെടാനുള്ളത് UDFന് മാത്രമാണ്. കാരണം അവരുടെ പരമ്പരാഗത വോട്ടുകളാണ് നഷ്ടപ്പെടുന്നത്. ക്രൈസ്തവ സഭാ നേതൃത്വം ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ തുടർച്ചയായിട്ട് നൽകുമ്പോൾ അപ്പോൾ LDFന് ഇതിൽ നഷ്ടം സംഭവിക്കാൻ പോകുന്നില്ല. വയനാട്ടിൽ പ്രതീക്ഷയില്ലാത്ത ഒരു മണ്ഡലം, പാലക്കാടാണെങ്കിൽ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മണ്ഡലം, ചേലക്കരയിൽ പക്ഷേ അങ്ങനെ ഒരു സഹായം, ഈ ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ സഹായം നിർബന്ധവുമില്ല LDFന്. അപ്പോൾ പിന്നെ നഷ്ടപ്പെടാനുള്ളത് UDFന് മാത്രമാണ് അവിടെ. ഇതിനകത്ത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത്. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുറെ നാളുകളായിട്ട് കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരെല്ലാം ഒരു അപരമത വിദ്വേഷത്തിന്റെ ഒരു പ്രൊപ്പഗാൻഡ കുറെ നാളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല. ഈ അപരമത വിദ്വേഷം വളരെ നാളുകളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ട്. അത് പാമ്പ്ലാനി പിതാവ് അടക്കം തുടങ്ങി വെച്ച റബ്ബറിന് വില കൊടുക്കുന്ന ആരായാലും, വില കൂടുതൽ കൊടുക്കുന്ന ആർക്കാണെങ്കിലും വോട്ട് ചെയ്യും എന്നുള്ള പ്രസ്ഥാനത്തെ തുടർന്ന് അതാണ് ഇത്തവണ വയനാട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ മറ്റൊരു മതത്തെ നിന്ദിക്കുന്ന രീതിയാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പൊ റബ്ബറിന് വില കൂട്ടിയാൽ അങ്ങനെ വില കൂട്ടുന്നവരെ പിന്തുണയ്ക്കുമെന്ന് പറയുന്നത് മറ്റൊരു മതത്തെ നിന്ദിക്കുന്നതിന് തുല്യമാകുന്നില്ലല്ലോ. അപരമത വിദ്യാഭ്യാസം പരത്തുന്ന പ്രസ്താവന നടത്തിയത് ഈ പറഞ്ഞ ഈ 1000 കണക്കിന് അൽമായരും അതുപോലെ കുറെ അച്ഛന്മാരെ അടിച്ചിറക്കിയവരും
ഒരു കത്തുണ്ട്. ആ കത്താണ് കഴിഞ്ഞ ഞായറാഴ്ച പള്ളികളിലെല്ലാം വായിച്ചത്. അതിനെ തുടർന്ന് മുനമ്പം വിഷയം കത്തിച്ചുകൊണ്ട് കഴിഞ്ഞ ഞായറാഴ്ച എല്ലാ പള്ളികളിലും അത് വായിക്കുകയുണ്ടായി. അതിന് നിശബ്ദ പ്രതിഷേധം എന്നൊക്കെ പറയുന്നെങ്കിലും പ്രതിഷേധം എന്നുള്ള രീതിയിൽ അലയടിച്ചു. അത് കേരളത്തിൽ മൊത്തം. അപ്പൊ ഇതിനകത്തെല്ലാം ഈ അൽമായ സമൂഹം കൺഫ്യൂസ്ഡ് ആണ്. ഈ പറഞ്ഞത് കണക്കല്ല അച്ഛന്മാർ പറയുന്ന അതേപടി വെള്ളം തൊടാതെ വിഴുങ്ങുന്ന കുറേയധികം ആളുകളുണ്ട്. കുറേയധികം ആളുകൾക്ക് കക്ഷി രാഷ്ട്രീയമുണ്ട്. കക്ഷി രാഷ്ട്രീയമുള്ളവർ വോട്ട് ചെയ്യും. പക്ഷെ കക്ഷി രാഷ്ട്രീയമുള്ളവരെ പോലും അരാഷ്ട്രീയവാദത്തിലേക്ക് തള്ളിയിടുന്ന സമീപനമാണ് ഈ റിലീജിയനും പൊളിറ്റിക്സും കൂടെ മിക്സ് ചെയ്യുന്ന ഒരു ഡേഞ്ചറസ് ഗെയിമാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ആരാണെങ്കിലും, അത് ഇസ്ലാമിസ്റ്റുകളാണെങ്കിലും ശരി, ക്രൈസ്തവരാണെങ്കിലും ശരി, റിലീജിയനെയും പൊളിറ്റിക്സിനെയും മിക്സ് ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഹൈറ്റൻഡ് ഇമോഷൻ്റെ ഉള്ള സമയത്ത് അത് കേരളം പോലുള്ള ഒരു സമൂഹത്തിന് ഒട്ടും യോജിച്ചതല്ല. കേരളത്തിലായതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സെക്യുലറായിട്ട് ചിന്തിക്കുന്ന ആളുകളുള്ള, സാക്ഷരതയിൽ ഒന്നാമത് നിൽക്കുന്ന കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനം ഇനി ഏത് വൈദികരെന്ന് പറഞ്ഞാലും ഏത് മതമേലധ്യക്ഷന്മാരെന്ന് പറഞ്ഞാലും അതിന് വെച്ചു പൊറിപ്പിക്കാനാവുന്നതല്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. ആവശ്യമില്ലാതെ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. 2 സ്ഥലത്ത് നിന്ന് മത്സരിക്കുന്നു, ഒരു സ്ഥലത്ത് പ്രതിനിധിയായിട്ട് പോകുന്നു, വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ്. അതിൽ മടുപ്പുണ്ടാവാൻ ജനങ്ങൾക്ക്. ഇങ്ങനെയാണ് ഞാൻ ഇതിനെ നിരീക്ഷിക്കുന്നത്. അരാഷ്ട്രീയവാദത്തിലേക്ക് പതിയെ വീണുപോകുന്ന ഒരു കത്തോലിക്ക ജനസമൂഹം. രണ്ടാമത് ഈ പറഞ്ഞതുപോലെ അതല്ലെങ്കിൽ ഈ ടേക്കൺ ഫോർ ഗ്രാൻഡഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സമീപനത്തിലേക്ക് പോകുന്ന കത്തോലിക്ക സമൂഹം, അവർക്കൊക്കെ തീർച്ചയായിട്ടും ജനാധിപത്യ വ്യവസ്ഥിതിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തു പോകാനായിട്ട് ഇത്തരത്തിലുള്ള, കാരണം ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ വിചാരധാര വായിക്കാത്തവരാണ് ഇവരെല്ലാം എന്നുള്ളതുകൊണ്ടാണ് BJPക്ക് ഡയറക്റ്റ് സപ്പോർട്ട് പോകുന്നത്. ജിജി ജോസഫിനോടാണ് എന്റെ ചോദ്യം. പാസ്റ്റർ മുള്ളറിന്റെ ഒരു കവിതയുണ്ട്, ഫസ്റ്റ് ദേ കെയിം ഫ്രം ദ ജൂസ്, ഐ ഡിഡ്ന്റ് സ്പീക്ക് ഔട്ട് ബിക്കോസ് ഐ വാസ് നോട്ട് എ ജൂ. ആദ്യമേ അവർ ജൂതന്മാരെ തേടി വന്നു, ഞാൻ സംസാരിച്ചില്ല കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല. രണ്ടാമത് അവർ ക്രൈസ്തവരെ തേടി വന്നു, ഞാൻ ക്രിസ്ത്യാനി ആയിരുന്നില്ല അതുകൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ല. മൂന്നാമത് അവർ കമ്മ്യൂണിസ്റ്റുകാരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നില്ല. അവസാനം അവർ എന്നെ തേടി വന്നു, അന്നേരം എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ഫാസിസ്റ്റ് കാലത്ത് എഴുതിയൊരു കവിതയുണ്ട്. ആ കവിതയാണ് എല്ലാവരെയും എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഈ അവസരത്തിൽ. കാര്യം, ആദ്യമേ മുസ്ലിങ്ങൾ, രണ്ടാമത് ക്രിസ്ത്യാനികൾ, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകൾ, നാലാമത് യുക്തിവാദികൾ, ഇങ്ങനെ ഫാസിസ്റ്റുകളുടെ പോക്ക് അങ്ങനെയാണ്. അപ്പൊ ഫാസിസത്തിന് വേരൂന്നാനായിട്ട് അറിഞ്ഞോ അറിയാതെയോ അവസരമൊരുക്കി കൊടുക്കുന്നവരെ ചരിത്രം നാളെ കുറ്റക്കാരനെന്ന് വിധിക്കുക തന്നെ ചെയ്യും. കേരള സമൂഹത്തിൽ എന്തായാലും അത്തരം ഒരു മാറ്റം ഉണ്ടാകില്ല എന്നാണ് നമ്മളുടെ എല്ലാം പ്രത്യേകത. ജിജി ജോസഫിന് അതിനുള്ള മറുപടി. ജിജി, ഇതിപ്പോൾ 2 പേർക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ് ഡോക്ടർ ബി ജയരാജ് നൽകിയത്. അത് BJPക്കും അതുപോലെ തന്നെ കത്തോലിക്ക സഭയ്ക്കും. ഇങ്ങനെ ഒരു കെണിയിൽ പോയി വീഴരുത് എന്ന് കത്തോലിക്ക സഭയോടും ക്രൈസ്തവ സമൂഹത്തോടും ഡോക്ടർ ബി ജയരാജ് പറയുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീ N ശ്രീകുമാർ പറഞ്ഞ കാര്യമുണ്ട് ഇവിടെ. ശ്രീ ജിജി ജോസഫ്, ഇവിടെ ഇത്രയും വോട്ട് ശതമാനം കുറഞ്ഞത് അത് ക്രൈസ്തവ വോട്ടുകളാണ് കുറഞ്ഞത് എന്ന് എങ്ങനെയാണ് നിങ്ങൾ ഗണിച്ചെടുത്തോ എന്നാണ്. അല്ല, ഞങ്ങൾക്കറിയാലോ ഏത് മേഖലയിലാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത്, ഏതൊക്കെ വീടുകളിൽ നിന്ന് ആരൊക്കെ വന്നില്ല, ഏതൊക്കെ ബൂത്തുകളിൽ ആൾ വന്നില്ല, അത് ഏത് സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലം, ഇതൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങളവിടുത്തെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സർ. ഞങ്ങൾക്ക് ഇതൊക്കെ അറിയാനുള്ള സംവിധാനമുണ്ട്. പിന്നെ എനിക്ക് ഇടതുപക്ഷ പ്രതിനിധിയാണെന്ന് തോന്നുന്നു എന്നോട് പറഞ്ഞത്, ഈ മറ്റേ ഫാസിസ്റ്റുകൾ വന്നാൽ ഉള്ള കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞല്ലോ. ഇത് BJP വന്നാൽ എന്തൊക്കെ സംഭവിക്കുമെന്നാണ് നിങ്ങൾ പറഞ്ഞേ? BJP അധികാരത്തിൽ വന്നാൽ പിന്നെ ഇവിടെ ഒരാൾക്കും ജീവിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾ മുഴുവൻ പാകിസ്ഥാനിൽ പോകണം, കുറച്ച് പേർക്ക് അഫ്ഗാനിസ്ഥാനിൽ പോവാം, വേണമെങ്കിൽ ബംഗ്ലാദേശിൽ പോവാം. ഇതല്ലാതെ ഒരാൾക്കും ഒരു രക്ഷയില്ല. ക്രിസ്ത്യാനികൾക്ക് ഈ നാട്ടിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു? എന്നിട്ട് UPയിലും മുസ്ലിം ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലത്ത് ഞങ്ങളുടെ MPയെ ജയിച്ചേ. അതെങ്ങനെ ജയിക്കുന്നത്? താമര ചിഹ്നത്തിലുള്ള MPയെ ജയിച്ചേ. ഞങ്ങൾ ഓരോ വീട്ടിലേക്കും വികസനം എത്തിച്ചു. ഇവര് പറയുന്നത് കേരളത്തിൽ ഇതൊന്നും സംഭവിക്കില്ല, വിരട്ടി വോട്ട് ചെയ്ത് ജയിച്ചോ. അത് കൊള്ളാലോ. ഇത്ര നാളും EVM പ്രശ്നമായിരുന്നു, ഇപ്പൊ വിരട്ടലായോ. അത് ഭയങ്കര രസമുണ്ട് കേട്ടോ.
നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇത് മാറ്റില്ല. എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇത് പറയുന്നത്? മണിപ്പൂർ കോൺഗ്രസ് ഭരിച്ചപ്പോഴും എന്റെ സമയമാണ്. ഞാൻ പറയട്ടെ എന്റെ സമയമാണ്. ഞാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ ഇടപെട്ടില്ലല്ലോ. മണിപ്പൂർ കോൺഗ്രസ് ഭരിച്ചപ്പോഴും ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഇതിൽ കൂടുതൽ കാലം അവിടെ കലാപം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടുത്തെ പാർട്ടി സെക്രട്ടറി പറഞ്ഞത് എന്താ? ഇത് ഇവിടെ ഒരു വംശീയ കലാപമല്ല, ഇവിടെ ചില ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കം നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു. അതുപോലെ അവിടുത്തെ ഇംഫാലിലെ ബിഷപ്പും പറഞ്ഞു, ബോംബെ ബിഷപ്പും പറഞ്ഞു, കർദിനാളും പറഞ്ഞു. അതൊന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരു സൈഡിൽ കൂടെ മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ചും ഗോത്രവർഗ്ഗങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പ്രചരണായുധമാക്കാം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ പറഞ്ഞെന്താ, കേരളമായതുകൊണ്ട് ഇവർക്ക് ഇതൊന്നും രക്ഷയില്ല. തൃശ്ശൂർ കേരളത്തിലല്ലേ? പിന്നെ ഇത് അടിച്ചേൽപ്പിച്ച ഇലക്ഷനാണ്. അടിച്ചേൽപ്പിച്ചത് അവിടെ മാത്രമാണോ? പാലക്കാടും അടിച്ചേൽപ്പിച്ചതല്ലേ? പാലക്കാട് അതിഗംഭീരമായിട്ടാണല്ലോ പോളിംഗ് ഇലക്ഷൻ വർക്കും ഓരോരുത്തരെ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നത്. അപ്പൊ അടിച്ചേൽപ്പിച്ചതൊക്കെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. അല്ലാതെ ഈ തെരഞ്ഞെടുപ്പുകൾ, ഈ ബൈ ഇലക്ഷൻ വരുന്നതൊന്നും ആരും മരിച്ചിട്ടൊന്നുമല്ല. ഇതും അടിച്ചേൽപ്പിച്ചത് തന്നെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ നിങ്ങൾക്ക് അനുകൂലമല്ല, നീതിക്ക് വേണ്ടി ഭൂമി പോയവന് വേണ്ടി ഒപ്പം നിൽക്കുന്നവനെ വർഗീയവാദി എന്ന് അച്ഛന്മാരെ വിളിച്ചവരെ മന്ത്രിയുടെ ആളുകളല്ലേ നിങ്ങൾ ഒരു അക്ഷരം മിണ്ടിയില്ലല്ലോ. നിങ്ങൾ കത്തോലിക്ക സഭയൊന്നും മൂപ്പിക്കാൻ വരണ്ട. കത്തോലിക്ക സഭയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നും അത് 10,000-2000 വർഷങ്ങൾ പഴക്കമുള്ള സഭയാണ്. ഈ സഭയ്ക്ക് എന്താ ചെയ്യേണ്ടതെന്നും എങ്ങനെ പ്രവർത്തിക്കേണ്ടതെന്നും ഏത് സമയത്ത് നിലപാടെടുക്കേണ്ടതെന്നും ഒക്കെ കൃത്യമായിട്ട് അറിയാവുന്ന സഭയാ. നിങ്ങൾ കത്തോലിക്ക സഭയ്ക്ക് വലിയ ഏതാണ്ട് സംഭവിച്ചു. കത്തോലിക്ക സഭ ഇപ്പൊ തെറ്റായ മാർഗത്തിലാണ്. ഏത് മതത്തെയാണ് കത്തോലിക്ക സഭ ബിഷപ്പുമാരെ അവഹേളിച്ചുകൊണ്ട് പറഞ്ഞത്? അവഹേളിച്ചുകൊണ്ട് അല്ലെന്ന് ഞാൻ പറയട്ടെ. നിങ്ങളുടെ ഇടപെടല്ലേ? നിങ്ങൾ പറഞ്ഞതാ അപരമത വിദ്വേഷം. ഏത് അപരമത വിദ്വേഷം നടത്തിയത് കത്തോലിക്ക സഭ? നിങ്ങളൊരു കാര്യം ഓർക്കണം. ഇടുക്കിയിൽ സൗമ്യ മരിച്ച സമയത്ത് ഉമ്മൻചാണ്ടി ആദരാഞ്ജലി അർപ്പിച്ചു. ഓർക്കുന്നുണ്ടോ? ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഏത് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടപ്പോൾ 10 മിനിറ്റ് കൊണ്ട് പിൻവലിക്കേണ്ടി വന്നു. നിങ്ങൾ അവിടെ ഒന്ന് പോയോ? UDF ആ വീട്ടിലൊന്ന് പോയോ? പോയില്ല. നിങ്ങൾ UP-യിൽ പ്രശ്നം ഉണ്ടായ നിങ്ങൾ ഇവിടുന്ന് വണ്ടി പിടിച്ച് പോകുന്നതാണല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ സൗമ്യയുടെ വീട്ടിൽ പോയില്ല? റോക്കറ്റ് ആക്രമണത്തിൽ മരിച്ച സൗമ്യയുടെ കൊന്നവന്റെ മതം നോക്കി. അതല്ലേ സാറേ? എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ പറയുന്നത്? കൊന്നവന്റെ മതം നോക്കി നിലപാടെടുക്കുമ്പോ അന്ന് കത്തോലിക്ക സഭ എന്തെങ്കിലും പറഞ്ഞോ? ഈ ഇടത് വലത് മുന്നണിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞോ? അത് അവരുടെ രാഷ്ട്രീയമാണെന്ന രീതിയിൽ തന്നെ പറഞ്ഞു. നിങ്ങൾ കോഴിക്കോട് പലസ്തീനു വേണ്ടി പ്രകടനം നടത്തും, കോട്ടയത്ത് നടത്തില്ല. പലസ്തീനിൽ നിങ്ങളൊരു കാര്യം ഓർക്കണം. 2007 3000 ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. 3000 ക്രിസ്ത്യാനികൾ. 2011 1400 ക്രിസ്ത്യാനികളുള്ളൂ. അവിടെ കൊന്നതാരാ? അവിടെ ഇസ്രയേലുകൾ പോയി അവിടുത്തെ ക്രിസ്ത്യാനികളെ കൊന്നതല്ല. അവിടുത്തെ ഹമാസ് തീവ്രവാദികളും ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റുകളായിട്ടുള്ള മറ്റ് ഓർഗനൈസേഷൻസും ചെയ്ത അതിക്രമത്തിന്റെ ഫലമായിട്ടാണ് അവിടുത്തെ ക്രിസ്ത്യൻ കുട്ടികളും ക്രിസ്ത്യൻ ആലയങ്ങളും തകർക്കപ്പെട്ടത്. ആ സമയത്ത് നിങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കാത്ത എന്താ? നിങ്ങൾ വലിയ വിശാലതലത്തിൽ പറയുമല്ലോ, ഞങ്ങൾക്ക് അവിടുത്തെ കുട്ടി മരിച്ചാലും ഇവിടുത്തെ കുട്ടി മരിച്ചാലും മനുഷ്യനാണ് എന്ന് പറയുമല്ലോ. അവിടുത്തെ പള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ഇടവകയിൽ വേദപാഠ ക്ലാസ്സിനും പോകുന്ന കുട്ടികൾ കൊല്ലപ്പെടുന്ന സമയത്തുള്ള ഒരു അക്ഷരം മിണ്ടാതെ നിങ്ങൾ കോഴിക്കോട് പലസ്തീൻ പരിപാടി നടത്തുകയും കോട്ടയത്ത് മിണ്ടാതിരിക്കുകയും കൊച്ചിയിൽ മിണ്ടാതിരിക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പുണ്ടല്ലോ. ഇതൊക്കെ ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാർ പണ്ട് മുതൽ കാണുന്നതാ. അതൊക്കെ ഒരു രാഷ്ട്രീയം എന്ന നിലയിൽ അവരതിനെ അങ്ങനെ അങ്ങ് എടുത്തു. പക്ഷെ ഇപ്പോൾ അടുക്കളക്കകത്ത് കയറി നിങ്ങൾ പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. അപ്പോഴാണ് ആ സഭ ഒന്ന് തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയത്. ഒന്ന് തിരിഞ്ഞു നിന്നതേ ഉള്ളൂ. അത് BJPക്ക് സപ്പോർട്ടായി നിന്നു എന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. പക്ഷെ ഒന്ന് തിരിഞ്ഞു നിന്നു. നിങ്ങളോടൊന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് അനുകൂലമായിട്ടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ മാറി ചിന്തിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അവരെ എന്താ വിളിക്കുന്നത്? കത്തോലിക്ക മതമേലധ്യക്ഷന്മാരെ നിങ്ങൾ എന്താ വിളിക്കുന്നത്? കത്തോലിക്ക സഭയെ നിങ്ങൾ നാളെ അങ്ങ് മൂക്കി കയറ്റുമോ? അതൊന്നും നടക്കില്ല സാറേ. ശരി, ഡോക്ടർ ബി ജയരാജും എൻ ശ്രീകുമാർ പറഞ്ഞ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ശ്രീ ജിജി ജോസഫ്, ഈ കത്തോലിക്ക സഭയുടെ ബിഷപ്പുമാരും വൈദികരും പറഞ്ഞു എന്ന് വെച്ച് വിശ്വാസികൾ കേൾക്കണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ക്രൈസ്തവ വോട്ടുകൾ പോൾ ചെയ്തില്ല എന്ന് പറയുന്നത് ഈ ഒരു മുനമ്പം വിഷയത്തിലും അതുപോലെ സമാനമായ മറ്റ് വിഷയങ്ങളിലും ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അനുഭവിക്കുന്ന മറ്റ് വിഷയങ്ങളിലും സഭാ നേതൃത്വത്തെ അതേപടി വിശ്വാസികൾ കണക്കിലെടുത്തു എന്ന് കരുതാൻ വയ്യ.
അല്ല, അതിനകത്ത് വേറൊരു കാര്യം ഓർക്കുക. അന്ന് പറയുന്നതിന് മുമ്പ് ഈ പരിസ്ഥിതി ലോല പ്രശ്നമാണെങ്കിലും വന്യമൃഗങ്ങളുടെ പ്രശ്നമാണെങ്കിലും രാത്രി വാഹനം ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണെങ്കിലും ഒക്കെ ഉണ്ടല്ലോ, രാത്രി ഗതാഗതം നിരോധിച്ചതിൻ്റെ പ്രശ്നമൊക്കെയാണ് എല്ലാ പ്രശ്നങ്ങളും. അത് കോമൺ, എല്ലാവരെയും ബാധിക്കുന്നതാണ്. എല്ലാവരെയും ബാധിക്കുന്നതിൽ ആളുകൾ കുറച്ചൊക്കെ സഹിക്കും. പക്ഷേ ഈ ന്യൂനപക്ഷത്തിലെ പക്ഷപാതം കാണിക്കുമ്പോണ്ടല്ലോ ആളുകൾക്ക് സഹിക്കാൻ പറ്റില്ല. വേറെ എവിടെ ചെല്ലും? ഞങ്ങൾ ആശ്രയിച്ചിരുന്നവർ ഞങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് വലിയ ഷോക്ക് ഉണ്ടാക്കും. പിന്നെ തൃശ്ശൂർ ആരൊക്കെ എന്തൊക്കെയാണ് നിലപാടെടുത്തതെന്ന് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. തൃശ്ശൂർ എടുത്ത നിലപാടുകളെക്കുറിച്ച് മഞ്ജുഷ് നന്നായിട്ട് അറിയാലോ. തിരുവനന്തപുരത്ത് എടുത്ത നിലപാടുകളെക്കുറിച്ച് മഞ്ജുഷ് നന്നായിട്ട് അറിയാലോ. എന്നിട്ട് ആ വിശ്വാസികൾ ഏത് രീതിയിൽ എടുത്തു എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാലോ. അവിടെ ഞങ്ങൾക്ക് പല സഭകളിൽ നിന്ന് പിന്തുണ കിട്ടിയിട്ടുണ്ട്. ഇടവ വികാരികൾ ഞങ്ങൾക്ക് പബ്ലിക്കായിട്ട് പിന്തുണ തന്നിട്ടുണ്ട്. അവര് രഹസ്യമായിട്ട് പിന്തുണച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവും. വിശ്വാസികളും അൽമായന്മാരും പാസ്റ്റർ കൗൺസിൽ മെമ്പർമാരും ചിലപ്പോൾ സഭയിലെ പ്രധാനപ്പെട്ട ആളുകളും ഒക്കെ പിന്തുണ തന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, അവിടെ എന്തായിരുന്നു റിസൾട്ട്? നിങ്ങൾ ഇപ്പോഴും പറയുന്നത് പൂരം എന്നല്ലേ പറയുന്നത്. ഏതാണ്ട് 3:30 നടക്കേണ്ട വെടിക്കെട്ട്, വെളുപ്പിന് 3:30 നടക്കേണ്ട വെടിക്കെട്ട് 7:30 ആയിപ്പോയി, അതുകൊണ്ട് ഞങ്ങൾ തോറ്റുപോയി എന്ന് ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന CPIയുടെ ആള് പറയുന്നത് 70,000 വോട്ട് അല്ലെങ്കിൽ ഞാൻ കവർ ചെയ്തേനെന്ന് പറയുന്നത് അതൊക്കെ വിഡ്ഢിത്തരമല്ലേ? അദ്ദേഹത്തിന് ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല എന്ന് വെച്ചോണ്ട് അങ്ങനെ അതിനെ വിലയിരുത്താൻ പറ്റുമോ? ഞങ്ങൾ ഇവിടെ ഈ അപരമത വിദ്വേഷം പരത്തുന്നു കത്തോലിക്ക സഭ എന്നുള്ള പരാമർശം വന്നിട്ടുണ്ട്. ഞാൻ ഇടപെടുകയാണ് ജിജി. രാജീവ്, ഇവിടെ അപരമത വിദ്വേഷം പടർത്തുന്നു കത്തോലിക്ക സഭ എന്നുള്ള ഒരു വിമർശനം ഉണ്ടായിട്ടുണ്ട്. അത് ഡോക്ടർ B. ജയരാജാണ് വിമർശനം ഉന്നയിച്ചത്. അതിൽ അദ്ദേഹം തലശ്ശേരി ബിഷപ്പായ മാർ ജോസഫ് പാംപ്ലാനിയെയും കോട്ട് ചെയ്യുകയുണ്ടായി. അതുകൊണ്ട് അതിനൊരു മറുപടി കത്തോലിക്ക കോൺഗ്രസും നൽകേണ്ടതാണ്. അങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് ശ്രീ ജയരാജ് സാർ പറഞ്ഞൊരു കാര്യത്തെ വളരെ നിരുത്തരവാദിത്തപരമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു സംസാരത്തിന്റെ ഭാഗം ഉണ്ടാകാൻ പാടില്ലായിരുന്നു. ഏത് തരത്തിലുള്ള അപരമത വിദ്വേഷമാണ് കത്തോലിക്ക സഭയും കത്തോലിക്ക സഭയിലെ മെത്രാന്മാരും നടത്തിയതെന്ന് അദ്ദേഹം വെളിവാക്കാൻ ബാധ്യസ്ഥനാണ്. റബ്ബറിന്റെ വിലയിടിവിനെ കുറിച്ച് സംസാരിച്ചത് എങ്ങനെ അപരമത വിദ്വേഷമായി മാറും? അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണം എന്ന് പറയുന്നത് എങ്ങനെ അപരമത വിദ്വേഷമായി മാറും? അപരമത വിദ്വേഷം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയ ചേരിതിരിവ് സൃഷ്ടിക്കുന്നത് തന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഇവിടെ ഇടത് വലത് മുന്നണി രാഷ്ട്രീയ പ്രസ്ഥാനമാണത് ഇത് വർഗീയമായിട്ട് ചിത്രീകരിക്കുന്നത് തന്നെ. പുരോഹിതന്മാര് വർഗീയത ഇളക്കി വിട്ടുകൊണ്ടാണ് മുനമ്പം വിഷയത്തിൽ മുൻപോട്ട് പോകുന്നതാണ് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ത് വർഗീയതയാണ് നടക്കുന്നതെന്ന് അദ്ദേഹം ഒന്ന് വിശദീകരിക്കണം. സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ഇന്ത്യയിലെ ഒരു സാധാരണ പൗരനുള്ള അവകാശമാണ് പുരോഹിതന്മാർ വിനിയോഗിക്കുന്നത്. തങ്ങളാൽ നയിക്കപ്പെടുന്ന ആളുകൾ പ്രശ്നങ്ങളിൽ ഇടപെടുന്നത് എങ്ങനെ വർഗീയതയായിട്ട് മാറും? അങ്ങനെ വർഗീയതയായിട്ട് ചിത്രീകരിക്കുകയാണെങ്കിൽ ഈ രാജ്യത്ത് ഒരു കാലത്ത് ഇടപെടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അപരമതത്തോടുള്ള ഒരു വിദ്വേഷവും കത്തോലിക്ക സഭയ്ക്കോ കത്തോലിക്ക കോൺഗ്രസിനോ സഭാപിതാക്കന്മാർക്കോ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ദയവ് ചെയ്ത് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രസ്ഥാനത്തിലെ ആളുകൾ മനസ്സിലാക്കണം. മറ്റുള്ള സമുദായത്തിൽ ഈ വയനാട് അടിച്ചിറക്കിയ കത്തിനകത്ത് വഖഫിനെ കുറിച്ചുള്ള പരാമർശം എങ്ങനെയാണ്? വയനാട് ചാരിറ്റി ഓർഗനൈസേഷൻ ആണ്. വയനാട് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ വോട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കും എന്ന് പറഞ്ഞിട്ട് പാതിരിമാരും അൽമായന്മാരും കൂടെ ചേർന്നിട്ട് അടിച്ചിറക്കിയ ഒരു കത്തുണ്ടല്ലോ, 3-4 വരിയുള്ള ഒരു കത്തുണ്ടല്ലോ. അതിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. അതിനകത്ത് അതിനെയാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പൊതുവായിട്ട് വ്യാഖ്യാനിക്കേണ്ട. വയനാട്ടിൽ അങ്ങനെ കത്ത് എന്ന് പറഞ്ഞാൽ ഔദ്യോഗിക എന്റെ കയ്യിലുണ്ടാക്കത്തിന്റെ കോപ്പി ഞാൻ വേണം അങ്ങോട്ട് അയച്ചു തന്നോളൂ, കുഴപ്പമില്ല. ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു നിലപാട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ടോ എതിരായിട്ടോ ഒരു പാതിരിമാരോ ഒരു അൽമാരോ നടത്തിയിട്ടില്ല. അല്ല ഡോക്ടർ B. ജയരാജ്, എന്താണ് അങ്ങനെ കൃത്യമായിട്ടൊരു രാഷ്ട്രീയ നിലപാടെടുക്കണമെന്നാണോ? അതുകൊണ്ടും കുഴപ്പമില്ല. ഞാൻ ചോദിച്ചത് ഈ അപരമത വിദ്വേഷം പരത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ആ കത്തിലുണ്ടോ? അതിനകത്ത് വഖഫിനെതിരെയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരതയാണ് വഖഫ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് പറയുന്നുണ്ട്. അത് കത്തോലിക്ക കോൺഗ്രസും പരസ്യമായിട്ട് പറയുന്നുണ്ട്, ബിഷപ്പുമാരും പറയുന്നുണ്ട്. ഇന്നലെ പാംപ്ലാനി തന്നെ ശ്രീ ജോസഫ് പാംപ്ലാനി ഇന്നലെ എല്ലാത്തിനകത്തും ഇല്ലേ കാട്ടുനീതി എന്നാണ്, കാട്ടാള നീതി എന്നാണ് പറഞ്ഞത്. മുസ്ലിങ്ങളുടെ ഭൂമിയുടെ കാര്യമല്ല, ഭൂമിയുടെ കാര്യമാണ്.
അല്ല അത് പുതിയ കണ്ടെത്തലായിട്ടാണ് അങ്ങനെ പറയാൻ പറ്റില്ല. വഖഫ് മതത്തിന്റെ കാര്യമല്ല. വഖഫ് മതത്തിന്റെ കാര്യമാണെന്ന് നിങ്ങൾ തീരുമാനിക്കുക. പക്ഷെ വഖഫ് ബോർഡ് അതെന്താ? ക്ലെയിം ഉന്നയിച്ചിരിക്കുന്ന പലതും മുസ്ലിങ്ങളുടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതുകൊണ്ട് ഒരു മതത്തിനും ബാധകമായ വിഷയമല്ല, പൊതുവായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നമാണ് അവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വഖഫിന്റെ നിയമമാണ് മുൻപത്തെ സാധാരണക്കാരെ ആളുകളുടെ പ്രശ്നമെങ്കിൽ അത് പരിഹരിക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതിനിപ്പോൾ നോട്ടീസ് അടിച്ചേക്കേണ്ട കാര്യമില്ല. അത് പൊതുവായിട്ടുള്ള സാധാരണക്കാരുടെ കേരളത്തിലെ മുഴുവൻ സാമാന്യ ജനങ്ങളുടെ അഭിപ്രായവും ആവശ്യവുമാണ്. അത് തന്നെയാണ് കത്തോലിക്ക സഭയും കത്തോലിക്ക കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ കാര്യത്തിൽ ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാതെ അതിന്റെ പേരിൽ രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഒറ്റപ്പെടുത്തേണ്ടതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ പറയുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് രാഷ്ട്രീയം വർഗീയത ആരംഭിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. വർഗീയത പറയുന്നതിന് ഡോക്ടർ ബി ജയരാജ് പറയുന്നതിൽ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. ഈ ന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണുന്നു എന്ന് ബിഷപ്പുമാർ പറയുമ്പോൾ അതിലൊരു വർഗീയ പരാമർശത്തിന്റെ ടോൺ കൂടി വരികയാണല്ലോ. അതായത് ക്ലിയർ ആണല്ലോ, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും വേർതിരിച്ചാണ് കാണുന്നത് സംസ്ഥാന സർക്കാരെന്നും ഇതിനെ പ്രതിപക്ഷവും നിശബ്ദമായിട്ട് അനുകൂലിക്കുകയാണെന്നും അതാണല്ലോ കത്തോലിക്ക കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ ബിഷപ്പുമാരുടെയും ഒരു പൊതു നിലപാടാണല്ലോ. അവിടെ വന്ന് പ്രസംഗിക്കുന്ന, മുനമ്പത്ത് വന്ന് പ്രസംഗിക്കുന്ന എല്ലാ വൈദികരും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. അതാണ് വർഗീയത ആരോപിക്കാൻ ഉള്ള കാരണമായിട്ട് പറയുന്നത്. ബിഷപ്പുമാർ മാത്രമല്ല, സാധാരണക്കാർ എത്രയോ ആളുകൾ വന്നിരിക്കുന്നു. ബിഷപ്പുമാർ മാത്രമാണ്, SNDP-യുടെ പ്രതിനിധികൾ ഈ നാളുകളിൽ അവിടെ സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയോ മുസ്ലിം നേതാക്കന്മാർ, ഹുസൈൻ മടവൂർ ഉൾപ്പെടെയുള്ള ആളുടെ വന്ന് സംസാരിക്കുന്നു. അപ്പൊ അതൊന്നും വർഗീയതയുടെ ഭാഗമല്ലേ? അപ്പൊ അങ്ങനെ സംസാരിക്കാണ്ട് പാടില്ല. ഇതിനകത്ത് നമ്മൾ ആരോപിക്കുന്ന ഒരു കാര്യം, കേരള സംസ്ഥാനത്തെ എത്ര ജനപ്രതിനിധികൾ, മന്ത്രിമാര്, ആരെങ്കിലും ഒരാൾ ഈ വേദിയിൽ എത്തിച്ചേർന്ന് നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാണ്ട് തയ്യാറായോ? അവർക്ക് സാധിക്കില്ല. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, അവർ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കിയേക്കുമാണ്. ആ പ്രമേയത്തിന്റെ അർത്ഥം തന്നെ ഞങ്ങൾ മുൻപൻ ജനതയ്ക്ക് എതിരാണെന്നുള്ളതാണ്. കാരണം മുൻപൻ ജനത പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വഖഫ് ബില്ല് പാസ്സാക്കി വഖഫ് ബില്ലിൽ പുതിയ മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ ഇവർക്ക് മുൻപോട്ട് വരാൻ സാധിക്കാത്തത് കൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ചില ഗിമ്മിക്കുകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളത് അംഗീകരിച്ചാലും അംഗീകരിച്ചില്ല, ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു പറ്റിക്കൽ സംഭവമായിട്ട് മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിന്റെ അർത്ഥം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് വോട്ട് ചെയ്യാനായിട്ടോ ഞങ്ങൾ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല, അങ്ങനെ ആവശ്യപ്പെടുകയുമില്ല. പക്ഷേ പ്രതിഷേധിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടാവുന്നില്ലല്ലോ ശ്രീ രാജീവ്. വിട്ടുനിന്ന് പ്രതിഷേധിക്കുന്നതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? വോട്ട് ചെയ്ത് പ്രതിഷേധിക്കുകയല്ലേ വേണ്ടത്? വിട്ടു നിൽക്കുന്നതും ഒരു പ്രതിഷേധത്തിന്റെ ഭാഗം തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും. നോട്ട എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? വിട്ടു നിൽക്കുന്നത് പോലെ തന്നെയാണ്. വിട്ടു നിൽക്കുന്നതും ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമാണ്. നമുക്ക് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ, നമുക്ക് ഇവരിൽ വിശ്വാസമില്ല എങ്കിൽ, ആരിലും വിശ്വാസമില്ല എങ്കിൽ ചിലപ്പോൾ വിട്ടു നിൽക്കുമായിരിക്കും. അതൊക്കെ ഓരോരുത്തരുടെ സ്വന്തം ഇഷ്ടവും സ്വന്തം തീരുമാനമാണ്. അങ്ങനെയൊന്നും ആരോടും എന്ത് കാര്യം ചെയ്യണമെന്ന് നമ്മൾ ആരും ആവശ്യപ്പെട്ടിട്ടുമില്ല, ആവശ്യപ്പെടുമില്ല. അതിന്റെ വ്യക്തികളുടെ സ്വതന്ത്രമായിട്ടുള്ള അവകാശമാണ്. പക്ഷെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഇങ്ങനെ ഒരു സാധാരണക്കാരായ ജനവിഭാഗത്തെ എല്ലാ കാലവും പറഞ്ഞു പറ്റിച്ചുകൊണ്ട് മുൻപോട്ട് പോകാമെന്ന് വ്യാമോഹിക്കേണ്ട. അതിനകത്ത് ചിലപ്പോൾ രാഷ്ട്രീയമായിട്ട്, കക്ഷി രാഷ്ട്രീയമല്ല, സമുദായത്തിലെ ആളുകളുടെ പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ രാഷ്ട്രീയമെന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകളോട് ചിലപ്പോൾ ഞങ്ങളെ സഹായിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഞങ്ങൾ തിരിച്ചും ഒരുപക്ഷെ ഞങ്ങൾ സ്നേഹിക്കുമായിരിക്കാം, ഒരുപക്ഷെ ഞങ്ങൾ അവരോട് അനുഭാവപൂർവ്വം പെരുമാറുമായിരിക്കാം. അത് ഇന്ന് രാഷ്ട്രീയ പ്രസ്ഥാനമൊന്നുമില്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുന്നില്ല? നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരെ ആളുകളുടെ പ്രശ്നം അഡ്രസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സ് വരുന്നില്ല? ആ മനസ്സ് വരാത്തതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ശരി, ശ്രീ എൻ ശ്രീകുമാർ, ഇത് സമ്മർദ്ദ തന്ത്രം മാത്രമായിട്ടാണോ താങ്കൾ വിലയിരുത്തുന്നത്? അതോ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് താങ്കൾ ഒരു സന്ദേശവും നൽകുന്നുണ്ടോ? വിഷയം അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരാവശ്യം വന്നിരിക്കുന്നുവെന്ന്. കാരണം ഇത്ര ശക്തമായിട്ട് കത്തോലിക്ക കോൺഗ്രസ് ഒന്നും ഈ വിഷയങ്ങളിൽ ഇടപെടാറില്ല. ഇതിലിപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് സംസാരിക്കുമ്പോഴും ബിഷപ്പുമാർ സംസാരിക്കുമ്പോഴും വൈദികരും അൽമായരും ഒക്കെ സംസാരിക്കുമ്പോഴും ആ ന്യൂനപക്ഷങ്ങളിലെ വേർതിരിവ് കടന്നു വരികയാണ്. അത് നല്ലതല്ല. അത് വളരെ പെട്ടെന്ന് തന്നെ അത് ഒരു പാച്ചപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൽ ക്രിയാത്മകമായി ഇടപെടുവാനായിട്ട് ഇവരിൽ സ്വാധീനം കൂടുതലുള്ള കോൺഗ്രസിനാകുമല്ലോ സാധിക്കുക. കോൺഗ്രസ് അതിൽ നിഷേധാത്മകമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു, ഞങ്ങളെ സഹായിക്കുന്നില്ല എന്നാണ് കത്തോലിക്ക കോൺഗ്രസ് പറയുന്നത്. നോക്കൂ മഞ്ജുഷേ, ഞാൻ നേരത്തെ പറഞ്ഞത്, അതായത് ഈ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാര് അവർക്ക് അവരുടെ രാഷ്ട്രീയം അടിസ്ഥാനപരമായിട്ട് അവർ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ്, യാതൊരു സംശയമില്ല. പക്ഷേ കേന്ദ്രം ഭരിക്കുന്ന BJP-യുടെ നയങ്ങളെ കുറിച്ച് BJP പറയുമ്പോൾ അതിനോട് അവർ പ്രതികരിക്കുക സ്വാഭാവികമാണ്. അതാണ് ഈ പാമ്പ്ലാനി പിതാവ് പറഞ്ഞതും റബ്ബറിന്റെ വിലയെ കുറിച്ച് പറഞ്ഞതും. നമ്മുടെ റാഫേൽ തട്ടിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് പരമ്പരാഗത ചിഹ്നത്തിൽ നിന്നല്ലാതെ മാറാൻ എന്നൊക്കെ പറഞ്ഞതൊക്കെ ഞാൻ ഈ പറയുന്ന ഒരു സമ്മർദ്ദ തന്ത്രത്തിന്റെ ഭാഗമാണ്. അത് തെറ്റു പറയാൻ പറ്റില്ല അവരെ. കാരണം സഭാ നേതൃത്വത്തിന് ഒരുപാട് അവരുടേതായ ചില താല്പര്യങ്ങളൊക്കെ കാണുമായിരിക്കും. രാഷ്ട്രീയ താല്പര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്.
മറിച്ച് ഇപ്പൊ നമ്മൾ നോക്കൂ, യാക്കോബായ സഭ, ഓർത്തഡോക്സ് സഭ, ഇവർക്കൊക്കെ പ്രത്യേക നിലപാട് ഓരോ സമയത്ത് എടുക്കാറുണ്ട്. പക്ഷേ യാക്കോബായ ഓർത്തഡോക്സ് തർക്കം നിലനിൽക്കുന്ന കോട്ടയത്തും അതുപോലെ പത്തനംതിട്ടയിലും ഒക്കെ ജയിച്ചതാരാണ് കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പില്? കോൺഗ്രസ് അല്ലേ? അപ്പൊ അന്ന് BJP അവിടെ എന്താണ് നിലപാടെടുത്തത്? ക്രൈസ്തവരുടെ ആ ഒരു വോട്ട് ലഭിക്കാനായിട്ട് BJP എന്തൊക്കെയാണ് അവിടെ പ്ലാൻ ചെയ്തത്? ആരെയാണ് പത്തനംതിട്ടയിൽ മത്സരിപ്പിച്ചത് അവര്? അതുപോലെ ഒരുപാട് വിഷയങ്ങളിൽ BJP എത്രയോ വികാരിമാരെ മറ്റേ മെമ്പർഷിപ്പ് ചേർക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ ഇതൊന്നും അല്ല യഥാർത്ഥത്തിൽ ക്രൈസ്തവ മേലധ്യക്ഷന്മാർക്ക് അവരുടേതായ ചില നിലപാടുകളുണ്ട്, സഭാ വിശ്വാസികൾക്ക് അവരുടേതായ വിശ്വാസവും രാഷ്ട്രീയവും ഉണ്ട്. ഇത് കാലാകാലങ്ങളിൽ സഭാമുഹൂർത്തം മാറുന്നതിനനുസരിച്ചിട്ട് വിശ്വാസികളുടെ രാഷ്ട്രീയം മാറിക്കൊള്ളണമെന്നില്ല. എന്നാൽ സഭാപിതാക്കന്മാരെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ചില മനസ്സുകളും ഉണ്ട് എന്നുള്ളത് ഞാൻ നിഷേധിക്കുന്നുമില്ല. ഇവിടെ നിങ്ങൾ നോക്കൂ, മുനമ്പം വിഷയത്തിൽ തന്നെ നമ്മൾ അവസാനത്തെ അതാണല്ലോ ഉദാഹരണം. അവിടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പ്രസംഗം നടത്തുന്നു. ആ പ്രസംഗം നടത്തിയതിന്റെ പിറ്റേന്ന് ആ സമര പന്തലിലേക്ക് പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയെ ഓടിയെത്തിയാണ്. സത്യത്തിൽ ഇത് എന്തൊരു രാഷ്ട്രീയമാണ് മഞ്ജുഷേ? അതുവരെ പോയിട്ടില്ല. ആ പ്രസംഗത്തിന്റെ പിറ്റേന്നാണ് അവിടെ ചെന്ന് ആ പന്തലിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഈ മതേതര കേരളം കാണുകയല്ലേ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പില് അല്ല, മുനമ്പം നിവാസികളെ അവരുടെ ഒരു പ്രശ്നം അഡ്രസ് ചെയ്തുകൂടാ എന്നുണ്ടോ? തീർച്ചയായിട്ടും അഡ്രസ് ചെയ്യണം. പാലക്കാട് സ്ഥാനാർത്ഥി പെട്ടെന്ന് ഓടിപ്പോകുന്ന കാര്യം ഞാൻ പറഞ്ഞുള്ളൂ. തീർച്ചയായിട്ടും BJP അഡ്രസ് ചെയ്യണം. പക്ഷെ പാലക്കാട്ടെ സ്ഥാനാർത്ഥി അവിടെ ഓടിച്ചെന്ന ആ മുനമ്പത്തിന്റെ പന്തലിൽ സമരപ്പന്തലിൽ ഇരിക്കുന്ന ചിത്രം നമ്മൾ കണ്ടല്ലോ. ആ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. അതിലിപ്പോ പാലക്കാട്ടെ ക്രൈസ്തവർക്ക് അവരുടേതായ നിലപാടുകളുണ്ട്. പാലക്കാട്ടെ ക്രൈസ്തവർ എല്ലാവരും കോൺഗ്രസ്സുകാരോ CPM-കാരോ അല്ലല്ലോ, അതിൽ BJP-ക്കാർ കാണും. ഇവിടെ തന്നെ BJP-യുടെ വക്താവ് ജിജി ജോസഫ് എന്തായാലും BJP-യുടെ ആ ഒരു ഹൈന്ദവ രാഷ്ട്രീയവുമായി ചേർന്ന് നിൽക്കുന്ന ആളല്ലല്ലോ. അപ്പൊ BJP-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാലാകാലങ്ങളിൽ അവർക്ക് വ്യക്തമായ നയങ്ങളൊന്നുമില്ല. കാരണം അവര് ക്രൈസ്തവരെ നമ്മുടെ അൽഫോൺസ് നിന്ദാനത്തെ കൊണ്ടുവരുന്നു, അനിൽ ആന്റണിയെ കൊണ്ടുവരുന്നു, അങ്ങനെ ഒരുപാട് നമ്മുടെ ടോം വടക്കനെ കൊണ്ടുവരുന്നു. അതിന് മുമ്പ് കുറച്ചു കാലത്താണെങ്കിൽ നമ്മുടെ വേറെ ചില മുസ്ലിം രാഷ്ട്രീയ നേതാക്കൾ അവർ കൊണ്ടുവരുന്നു. അപ്പൊ അതൊക്കെ അവരുടെ രാഷ്ട്രീയമായ ചില തീരുമാനങ്ങളും താല്പര്യങ്ങളുമാണ്. കേരളത്തിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ഞാൻ ഈ പറയുന്നത് ഇവിടുത്തെ സഭാ നേതൃത്വത്തെ കുറിച്ച് ബേക്കാണ് ഞാൻ ഒരു ഘട്ടത്തിൽ തുറന്നു പറഞ്ഞിട്ടില്ലേ, ന്യൂനപക്ഷങ്ങളെ കുറിച്ച്, സഭാ നേതാക്കളെ കുറിച്ചല്ല, മൊത്തം ന്യൂനപക്ഷങ്ങളെ കുറിച്ച്. ന്യൂനപക്ഷങ്ങൾ സമ്മർദ്ദത്തിലൂടെ നേടിയെടുക്കുന്നത് ഭൂരിപക്ഷ വിഭാഗത്തിൽ അസംതൃപ്തി ഉണ്ടാക്കും എന്ന തരത്തിലുള്ള ഒരു ഏകയാനത പ്രസ്താവന ഇവിടെ കിടക്കുകയല്ലേ. അപ്പൊ ഇതൊക്കെ കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളതാണ്. നമ്മളത് പർവ്വതീകരിച്ച് കാണിച്ചിട്ട് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിച്ചതുകൊണ്ട് അവിടെ 65% വോട്ട് രേഖപ്പെടുത്തിയ ക്രൈസ്തവരുടെ വിദ്വേഷമാണെന്ന് പറഞ്ഞാൽ അതൊരു ആ കണക്കിന്. പക്ഷേ AK ആന്റണി പറഞ്ഞ ആ സാഹചര്യമല്ല. ഇവിടെ ന്യൂനപക്ഷങ്ങളിൽ ഒരു ന്യൂനപക്ഷം പറയുകയാണ് മറ്റൊരു ന്യൂനപക്ഷത്തിന് വേണ്ടി ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുന്നുവെന്ന്. ആ ഒരു വിമർശനമാണ്. അതിപ്പോൾ അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യമായി വന്നിരിക്കുന്നത്. അവിടെയാണ് BJP ഒരു ന്യൂനപക്ഷത്തിനൊപ്പം നിൽക്കുന്നതും. അപ്പോൾ പൊളിറ്റിക്സ് മാറി. അല്ല അതാ ഞാൻ BJP-യുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത്. BJP-യുടെ മുഖ്താർ അബ്ബാസ് നഖ്വിയും അതുപോലെ തന്നെ അക്കാലത്തുണ്ടായിരുന്ന നജ്മ ഹിപ്തുള്ള, പിന്നെ അതുപോലെ ഒരുപാട് മുസ്ലിം മുഖങ്ങൾ നമ്മൾ കണ്ടിരുന്നല്ലോ. ഈ തെരഞ്ഞെടുപ്പിലെ BJP-യിലെ കേന്ദ്ര തലത്തിലെ BJP-യുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് നമ്മൾ പരിശോധിച്ചതല്ലേ. കേരളത്തിലെ പാലക്കാട് പൊന്നാനിയിൽ മാത്രമായിരുന്നല്ലോ ഒരു സ്ഥാനാർത്ഥികൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അത് സംബന്ധിച്ച വിവാദമൊന്നും ഞാൻ അവിടെ പരാമർശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് BJP-ക്ക് അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഉണ്ടെന്നുള്ള ഉറപ്പാണ്. അപ്പൊ ആ രാഷ്ട്രീയ താല്പര്യം ക്രൈസ്തവ ന്യൂനപക്ഷം എന്തെങ്കിലും പറയുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമാണ് എന്ന് BJP ചിന്തിക്കുന്നത് അവരുടെ ആ രാഷ്ട്രീയ കൃത്യതയില്ലായ്മയാണ്. രാഷ്ട്രീയത്തിൽ ഒരു കൃത്യത വേണമല്ലോ. ഒരു പിതാവ് എന്തെങ്കിലും ഇപ്പൊ പാമ്പ്ലാനി പിതാവിനെ എടുക്കാം. അദ്ദേഹം ഒരിക്കൽ സംസാരിച്ചത് റബ്ബറിനെ കുറിച്ചാണ്, വേറൊരു സമയത്ത് അദ്ദേഹം വേറൊരു രീതി സംസാരിച്ചിട്ടുണ്ട്. മാർ റാഫേൽ തട്ടിലാണെങ്കിലും മാർ ആൻഡ്രൂസ് താഴത്താണെങ്കിലും മാർ ആലഞ്ചേരി ആണെങ്കിലും യാക്കോബായ സഭയാണെങ്കിലും ഇപ്പൊ യാക്കോബായ ഓർത്തഡോക്സ് വിഭാഗങ്ങളുടെ തർക്കം തീർക്കാൻ നമ്മളുടെ പഴയ BJP നേതാവും പിന്നീട് ഗവർണറുമായ PS ശ്രീധരൻപിള്ള സാർ ഇടപെട്ടില്ലേ, പലവട്ടം ഇടപെട്ടില്ലേ. അതിനുശേഷം എത്ര തെരഞ്ഞെടുപ്പ് നടന്നു? BJP-ക്ക് എന്തെങ്കിലും ഗുണമുണ്ടായോ? എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? അപ്പൊ ഇവര് ക്രൈസ്തവ സഭ എന്തെങ്കിലും അവരുടേതായ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ടിയാണ്, ഞങ്ങളെയാണ് ആഗ്രഹിക്കുന്നത് എന്നൊരു ആർത്തി BJP-ക്ക് പാടില്ല. അതവർക്ക് ദോഷം ചെയ്യുള്ളൂ, ഗുണം ചെയ്യില്ല. കാരണം സഭാ നേതാക്കന്മാരുടെ നിലപാടുകള് അത് ഇഷ്യൂ ബേസ്ഡ് ആണ്. ഓരോ കാലം ഇപ്പൊ മുനമ്പത്തെ പ്രശ്നം,
മുനമ്പത്തെ പ്രശ്നത്തിൽ സഭയുടെ നിലപാടല്ലല്ലോ അവർ വേറൊരു തലത്തിൽ ചെല്ലുമ്പോൾ അവിടെ എടുക്കുന്ന നിലപാട്. ഇപ്പൊ പാലക്കാട് തെരഞ്ഞെടുപ്പിലും വയനാട് തെരഞ്ഞെടുപ്പിലും സഭ എന്തെങ്കിലും നിലപാടുകൾ വ്യക്തമാക്കിയോ? ഇന്നയാൾക്ക് വോട്ട് ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ. അത് ബിഷപ്പ് പറഞ്ഞെന്താ വെച്ചാൽ പരമ്പരാഗതമായ ചില ചിഹ്നങ്ങളിൽ വോട്ട് ചെയ്യുന്നത് മാറ്റി ചെയ്യാനും അറിയാം എന്ന് വെച്ചാൽ അത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ്, ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് എന്ന് ചിന്തിച്ച് ഓടി ചെല്ലുന്ന ഒരു രാഷ്ട്രീയ സമീപനം. ശരി, പക്ഷെ 3 കക്ഷികൾ ഉള്ള സമയത്ത് ആ 2 കക്ഷികളും എല്ലാം ഒരു 3ാം കക്ഷി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും BJP എന്നുള്ള ചിന്ത വരും. BJPക്ക് പ്രത്യേകിച്ചും ശ്രീ എൻ ശ്രീകുമാർ. ഡോക്ടർ ബി ജയരാജ്, നിങ്ങൾ പക്ഷേ എപ്പോഴും ഇതിലൊരു വർഗീയത ആരോപിച്ചുകൊണ്ടാണ് ഇതിലൊരു നിലപാടെടുക്കുന്നത്. അതിപ്പോൾ വി അബ്ദുറഹ്മാൻ ആണെങ്കിലും താങ്കളാണെങ്കിലും അതാണ് ആദ്യം പറയുന്നത്. ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞില്ലേ, ഇതിനകത്ത് ന്യൂനപക്ഷങ്ങളല്ല ഒരുപോലെ തന്നെയാണ്. അത് ഒരു ന്യൂനപക്ഷത്തിന് കൂടുതൽ ഫേവറേറ്റിസം, വേറൊരു ന്യൂനപക്ഷത്തിന് ചെറുതായി കാണൽ, അങ്ങനെയൊന്നുമില്ല. ന്യൂനപക്ഷ അവകാശങ്ങൾ എപ്പോഴും സംരക്ഷിക്കപ്പെടണമെന്ന് തന്നെ നിലപാടുകളുള്ള ഒരു പാർട്ടിയാണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷത്തിനോട് പ്രത്യേക മമത, അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ BJPയുടെ അദ്ദേഹം പറഞ്ഞതുപോലെ, ജിജി ജോസഫ് പറഞ്ഞ കണക്കല്ല, ബാങ്ക് അക്കൗണ്ട്, പലിശ, അങ്ങനെയൊന്നും വോട്ട് ബാങ്കുകളായിട്ടൊന്നും കാണുന്ന ഒരു സമീപനം, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എടുത്ത് വേറെ ആർക്ക് കൊടുക്കുക, അതൊക്കെ അതിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കിക്കൂടെ എങ്ങനെയാണ് ജനങ്ങളെ കാണുന്നത്, ജനസാമാന്യത്തെ കാണുന്നത്. ബാങ്ക് അക്കൗണ്ട്, ആ വോട്ട് ബാങ്കുകള്, അതിൽ നിന്ന് കിട്ടുന്ന പലിശ വേറെ കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം തരംതാണ രീതിയിലാണ്. ഡോക്ടർ ബി ജയരാജ്, താങ്കൾ ജിജി ജോസഫ് പറയുന്നത് കണക്കാക്കേണ്ട, പക്ഷെ രാജീവ് കൊച്ചുപറമ്പിൽ പറയുന്നത് താങ്കൾക്ക് കണക്കാക്കാമല്ലോ. അദ്ദേഹം ഒരു രാഷ്ട്രീയം വെച്ച് പറയുന്നതല്ല, അത് കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടാണ്. അതിൽ LDF-നെതിരെയും പറയുന്നുണ്ട്, UDF-നെതിരെയും പറയുന്നുണ്ട്. ഈ മറ്റു വിഷയങ്ങൾ പറയുമ്പോൾ അത് കേന്ദ്ര സർക്കാർ ഇടപെട്ട് പരിഹരിക്കേണ്ട വിഷയങ്ങളുമുണ്ട്. ഈ വന്യജീവി ശല്യമൊക്കെ പോലെയുള്ള വിഷയങ്ങൾ. അപ്പോൾ അതിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ BJPയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ നിലപാട് താങ്കൾക്ക് കേൾക്കാമല്ലോ. അതിൽ ഈ ന്യൂനപക്ഷങ്ങളെ വേർതിരിച്ച് കാണുന്നു എന്നുള്ളതുമുണ്ട്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ചില ഇഷ്യൂസ്, വയനാട്ടിലെ ചില ഇഷ്യൂസ്, മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഒന്നാമത്തെ ഒരു ഇഷ്യൂ, രണ്ടാമത്തെ രാത്രി യാത്രയെ സംബന്ധിച്ച വിഷയം, പിന്നെ മൂന്നാമത് അവിടുത്തെ പരിസ്ഥിതി ബഫർ സോൺ സംബന്ധിച്ച വിഷയം. ഇത് മൂന്നാണല്ലോ അവിടെ പ്രധാനമായിട്ടുള്ള 3 വിഷയങ്ങൾ. പിന്നെ അടുത്ത് കിടന്ന ഈ ഉരുൾപൊട്ടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പുനരധിവാസം സംബന്ധിച്ചിട്ടുള്ള വിഷയം. ഈ 4 വിഷയങ്ങളാണ് ശരിക്കും ഇലക്ഷനകത്ത് ചർച്ചയാവുന്ന വിഷയങ്ങൾ. പക്ഷെ അതെങ്ങനെ മുനമ്പത്തിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു പോയി എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആസൂത്രിതമായ നീക്കം അതിന്റെ പിന്നിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇതുപോലെ റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ, റിലീജിയസ് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ വന്നിട്ട് ആക്ടിവിസ്റ്റുകളായിട്ട് വന്നിട്ട് സമരം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിൽ നമ്മൾ കണ്ടു, പിന്നീട് തൊട്ടടുത്ത് തന്നെ മുതലപ്പുഴയിൽ നമ്മൾ കണ്ടു. അപ്പൊ ഇതൊക്കെ ഒരു പ്രത്യേക അതിനനുസരിച്ച് താങ്കൾ കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. BJPയുടെ വോട്ട് ഷെയർ ഓരോ തെരഞ്ഞെടുപ്പിലും വർദ്ധിക്കുന്നതിന്റെ ആ തോത് കൂടി കണക്കാക്കേണ്ടതാണ്. അതുകൂടി താങ്കൾ മനസ്സിലാക്കിയിരിക്കണം ഡോക്ടർ ബി ജയരാജ്. അപ്പോൾ അവിടെ വർഗീയത മാത്രം ആരോപിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. ക്രൈസ്തവ സമൂഹങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തും ഇത്തരത്തിൽ BJPക്ക് വോട്ട് ഷെയർ കൂടുന്നുണ്ട്. ഇല്ല, ഈ BJP എന്ന് പറയുന്നത് BJPയുടെ തിങ്ക് ടാങ്ക് ആണല്ലോ RSS എന്ന് പറയുന്നത്. RSSന്റെ പ്രധാനപ്പെട്ട പുസ്തകമാണല്ലോ വിചാരധാര എടുത്തൊന്ന് വായിച്ചു നോക്കാൻ പറയാം. അതിനകത്ത് രാജ്യത്തെ ആഭ്യന്തര ശത്രുക്കളായിട്ട് കാണുന്നത് ആരെയൊക്കെയാണ്? ഒന്നാമത് മുസ്ലിങ്ങള്, രണ്ടാമത് ക്രിസ്ത്യാനികള്, മൂന്നാമത് കമ്മ്യൂണിസ്റ്റുകൾ. ഇവര് 3 പേരെ ആഭ്യന്തര ശത്രുക്കളായിട്ട് കാണുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് വലിയ കാര്യത്തിൽ വന്നിരുന്നുകൊണ്ട് ഇവിടെ കത്തോലിക്കരെ സംരക്ഷിക്കുന്ന കാര്യം പറയുന്നത്. ശരി, അത് ജിജി ജോസഫിലേക്ക് പോകുന്നതിന് മുൻപ് ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ, ഇത് ഇക്കാര്യം ഇപ്പോൾ 2ാം തവണയാണ് ഡോക്ടർ ബി ജയരാജ് പറയുന്നത്. വിചാരധാര വായിക്കാതെയാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് കത്തോലിക്ക കോൺഗ്രസിനെ കൂടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. കാരണം പറഞ്ഞു വരുമ്പോൾ അതൊരു BJP സപ്പോർട്ടിലേക്ക് പോവുകയാണല്ലോ കത്തോലിക്ക കോൺഗ്രസ്. നേരിട്ട് BJP എന്നുള്ള പദം ഉപയോഗിക്കുന്നില്ല എങ്കിൽ പോലും. അങ്ങനെ വിചാരധാരയിൽ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങൾക്കെല്ലാം മറുപടി പറയാമെന്നുള്ളത് നമ്മളുടെ ലക്ഷ്യമല്ല. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായിട്ട് ചിന്തിക്കുന്നുകൊണ്ടിരുന്ന രീതികളിൽ നിന്ന് കുറച്ച് മാറ്റം മാത്രമുണ്ട്. കാരണം അവർ പല ജീവിത പ്രശ്നങ്ങളെ നേരിടുന്നു. ആ ജീവിത പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്തൊക്കെ ഒരുപക്ഷെ സമരം ചെയ്യുമായിരിക്കാം. ആ സമരം ചെയ്യുന്ന സമയത്ത് അതിനെ വർഗീയമായിട്ട് ചിത്രീകരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. എന്തുകൊണ്ട് ഈ രാഷ്ട്രീയ നേതാക്കന്മാർ അവരുടെ പരാജയം മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വർഗീയത ആരോപിക്കുന്നത് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മറുപടി പറയാനായിട്ട് പറ്റും? ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, വിചാരധാരയിലോ RSSന്റെ പ്രത്യയശാസ്ത്രങ്ങളിലൊന്നും ഞങ്ങൾ ആരും അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകുന്നില്ല. കാരണം ഞങ്ങൾ ഏതൊരു ഒരു പ്രസ്ഥാനത്തോട് ഞങ്ങൾ ഇങ്ങനെ ഇതിൽ പോകണമെന്ന്, അങ്ങോട്ട് ചായണമെന്ന് ഞങ്ങൾ ആരോട് ആവശ്യപ്പെടുകയുമില്ല. പക്ഷെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ, അത് സമുദായത്തിലെ ആളുകളാണെങ്കിലും സാധാരണ കർഷകരാണെങ്കിലും ആ പ്രശ്നങ്ങളിൽ അവർ തന്നെ നേരിട്ട് തീരുമാനമെടുക്കുന്ന സാഹചര്യമുണ്ട്. അതിനുള്ള ഒരു ചിന്താധാര നമ്മളുടെ ആളുകളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കണം.
ഒരു കാരണവശാലും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ ഈ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇന്ന ആളുകൾക്ക് വോട്ട് ചെയ്തിട്ടിരുന്നു, അതുകൊണ്ട് അവരെ എന്നാ കാണിച്ചാലും കുഴപ്പമില്ല, അല്ല അവരുടെ എന്ത് അവകാശം നിഷേധിച്ചാലും കുഴപ്പമില്ല, അവർ ഞങ്ങളുടെ പോക്കറ്റിൽ തന്നെ വീടുമെന്ന് ചിന്തിക്കുന്ന ആ കാലഘട്ടം സമാപിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോട് മനസ്സിലാക്കണം. അതുകൊണ്ട് കത്തോലിക്ക സഭയിലുള്ള ആളുകൾ എങ്ങോട്ട് പോകണമെന്ന് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ ആളുകൾ നിർദ്ദേശിക്കാനോ ഉപദേശിക്കാനോ വരേണ്ട കാര്യമില്ല, അവർ ചിന്തിക്കാനുള്ള ശേഷിയുണ്ട്. ശ്രീ രാജീവ്, ശ്രീ ജിജി ജോസഫ് അവസാനമായിട്ട് പറഞ്ഞ കാര്യം, ഇത് തുടർച്ചയായിട്ട് ഈ കത്തോലിക്ക സഭ ഓരോ നിലപാടെടുക്കുമ്പോൾ അത് ഞങ്ങൾക്ക് അനുകൂലമായ നിലപാടെന്ന് BJP പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന്റെ ഗുണമൊന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന്. അല്ല, ഇതിൻ്റെ അകത്തൊരു രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞത് കേന്ദ്രത്തിൽ ഭരണമുണ്ട്, അതുകൊണ്ട് ചില താല്പര്യങ്ങളുണ്ട്. താല്പര്യങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് മനസ്സിലായി, അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലായി. കേന്ദ്ര ഭരണത്തിൽ ഉൾപ്പെട്ട ചില താല്പര്യങ്ങൾ സഭയ്ക്കുണ്ട്, അതുകൊണ്ടാണ് സഭ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അദ്ദേഹത്തോട് ഒരു കാര്യം പറയാനുള്ളത്, ഒന്ന്, ഈ വിശ്വാസികൾ തങ്ങളുടെ പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ ഈ എവിടെയാണ് ചെന്ന് പറയുന്നത്? ഇടവ് വികാരിയുടെ അടുത്താണ്. ഇടവ് വികാരിയോട് തങ്ങളുടെ കുട്ടിക്ക് അഡ്മിഷനായില്ല, വീട്ടിൽ സാമ്പത്തിക സ്ഥിതി, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളുണ്ടോ, കുടുംബ പ്രശ്നങ്ങളുണ്ടോ, ഇത്തരം കാര്യങ്ങൾ, മദ്യപാനത്തിൻ്റെ പ്രശ്നമുണ്ടോ, ഇതെല്ലാം പറയുന്നത് ഇടവ് വികാരിയുടെ അടുത്താണ്. ഇത് മുഴുവൻ കേൾക്കുന്ന ഇടവ് വികാരിയാണ്. അവരവരുടെ വിഷയം, അതുപോലെ സാമ്പത്തിക വിഷയം ഉണ്ടാകുന്നു, സാമ്പത്തിക വിഷയം ഉണ്ടാകുന്ന റബ്ബറിന് വിലയില്ലച്ചോ, അപ്പോൾ എന്തോ ചെയ്യും, അതുകൊണ്ട് മോളെ നേഴ്സിങ്ങിന് വിടാനിരുന്നാണ്, നേഴ്സിങ്ങിന് വിടാൻ പറ്റുന്നില്ല, വലിയ പ്രശ്നത്തിലാണ്. ഇത് കേൾക്കുന്നവരാണെന്നേ, അത് അവിടുത്തെ വിശ്വാസികളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നവരാണെന്നേ അവിടുത്തെ ഇടവ് വികാരികൾ. ഈ ഇടവ് വികാരി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ, മതമേലധ്യക്ഷന്മാരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇന്ന വിഷയം, സഭാജനങ്ങൾക്ക് ഇന്ന വിഷയമുണ്ട്, പെൺകുട്ടികൾ ഇവിടുന്ന് ധാരാളമായി അന്യമതത്തിലേക്ക് കല്യാണം കഴിച്ചു പോകുന്നു. ഇത് ഒരു പക്ഷെ കോമൺ ആയിട്ട് നോക്കുമ്പോൾ അതൊരു ഒരു സബ്ജക്റ്റായി കാണാൻ പറ്റില്ലായിരിക്കും, പക്ഷെ പറ്റുന്നില്ല എന്ന് ഒരു വിഭാഗം ഉണ്ടായിരിക്കും. പക്ഷെ സഭയ്ക്ക് അങ്ങനെയല്ല, സഭയുടെ മേലധ്യക്ഷന്മാർ അതിനെ അങ്ങനെയല്ല കാണുന്നത്. അതുകൊണ്ട് അവരുടെ അജഗണങ്ങളോട് അതിനെ പറ്റിയ ഉപദേശങ്ങൾ പറയും. അങ്ങനെയാണ് പാലാ പിതാവ് അഭിപ്രായം പറഞ്ഞത്. അതെല്ലാം ഇതൊന്നും പറയാൻ പാടില്ല, ഇതെല്ലാം രാഷ്ട്രീയപരമായി പറഞ്ഞാണ്. റബ്ബറിന് വില കൂടുമെന്ന് പറഞ്ഞ് BJPക്ക് MB കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. അങ്ങനെയല്ല സർ, അങ്ങനെയല്ല. ഇത് ഞങ്ങൾ സാധാരണ കുടുംബ പ്രശ്നവും കുടുംബത്തിലെ പ്രശ്നമാണെങ്കിലും വിദ്യാഭ്യാസപര പ്രശ്നം എല്ലാ കാര്യവും കുമ്പസാരിക്കുന്നത് ഞങ്ങൾ ഇടവ് വികാരിയോടാണ്. അതുകൊണ്ട് അവർ ഈ വിഷയം എല്ലാം അറിയും. പിന്നെ ഇതിൻ്റെ അകത്ത് പറയുന്നത് എത്രയോ കാലത്തിലാണ് പറയുന്നത് 80-20 അനുപാതം. 80-20 അനുപാതം വന്നിട്ട് ഹൈക്കോടതി അതിനെ മാറ്റി, അത് പറ്റില്ല, വേറൊരു നിലപാട് കൊണ്ടുവന്നു. അതിന് അപ്പീൽ പോയതാരാ? ഈ സർക്കാരില്ലേ. എന്നിട്ട് ന്യൂനപക്ഷത്തിൽ പക്ഷപാതമല്ല, എന്തെങ്കിലും ചെയ്തോ എന്ന് ചോദിച്ചാൽ പിന്നെ ചെയ്തില്ലേ. അതുകൊണ്ടാണ് ഈ ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുന്നത്. എല്ലാ കാലത്തും ക്രൈസ്തവ സഭയും അല്ലെങ്കിൽ അവരവരുടെ അജഗണങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അതെല്ലാം വർഗീയമായി പറയുന്നത് അങ്ങേയറ്റം മോശമാണ്. വിചാരധാര വായിക്കുകയോ വായിക്കാതിരിക്കുകയോ ഒക്കെ ആയിക്കോട്ടെ, പക്ഷേ ജനത്തിന്റെ പ്രശ്നം മുനമ്പത്തൊരു ഗൂഢാലോചന ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്റെ സാർ, അല്ല അത് വായിച്ചോട്ടെ സാറേ, സാറും വായിച്ചോ, എല്ലാവരും വായിച്ചോ. പക്ഷെ മനുഷ്യനോട് ഇടപെടുന്നത്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ഒന്നിച്ച് നിന്ന് താങ്കൾ ചിരിക്കുമ്പോൾ ഒരു കാര്യം, ഈ ചിരി മുനമ്പത്തുകാർക്ക് നേരെയുള്ള ചിരിയാ. അതറിയോ? അതെന്നാന്നറിയാമോ? നിങ്ങളെയൊക്കെ ഞങ്ങൾ അവസാന നിമിഷം വരെ ടാക്സ് ഊറ്റിയെടുത്തിട്ട് നികുതി മേടിച്ചിട്ട് നിന്നെയൊക്കെ പുറത്താക്കും എന്ന് പറഞ്ഞ സമയമായി. അതുകൊണ്ടാണ് മറ്റൊരു അവസരത്തിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി. അല്ല ചോദിക്കട്ടെ, എന്നാണ് സാർ നിങ്ങൾ ഇങ്ങനെയൊക്കെ തുടങ്ങിയത്? ഞാനാണ് സാർ അവിടെ സമരം ചെയ്ത ഒരാള്. എന്റെ നേതൃത്വത്തിലാണ് അവർ സമരം ചെയ്തത്. BJP-യാണ് സമരം ചെയ്തത്. എവിടെയായിരുന്നു നിങ്ങൾ? എവിടെയായിരുന്നു? ഒരു കാര്യം പറഞ്ഞോട്ടെ, മുന്നമ്പത്ത് ആരും ഇപ്പോഴല്ലേ നിങ്ങൾ എന്നിട്ടും വന്നിട്ടില്ല. ആരും മനുഷ്യന് കിടന്നുറങ്ങാൻ തീർച്ചയായിട്ടും ഭൂമി BJP എന്നോ അങ്ങനെ രക്ഷകരായിട്ടൊന്നും മുനമ്പത്തുള്ള ആളുകൾ തിരിച്ചു കൊടുക്കും. അവർക്ക് കിട്ടും, പറയേണ്ട കാര്യമില്ല.
തീരുമാനം ആവുകയും ചെയ്യും. തിരിച്ചു കൊടുക്കാൻ എന്താ തീരുമാനിച്ചത്? നിങ്ങളുടെ മന്ത്രി എന്താ പറഞ്ഞത്? സാർ, നിങ്ങളുടെ മന്ത്രി എന്താ പറഞ്ഞത്? മന്ത്രി എന്താ പറഞ്ഞത്? നിങ്ങളുടെ മന്ത്രി എന്താ പറഞ്ഞത്? ഒത്താശ വേണ്ട. അവിടെ താമസിക്കുന്ന ജനങ്ങൾ കേന്ദ്രത്തിൽ നിയമം വരും. കേന്ദ്രത്തിന് നിയമം വരും. നിങ്ങളുടെ ഒരു ഒത്താശ വേണ്ട. കേന്ദ്രത്തിന് നിയമം വരും. അതെ അതെ കേന്ദ്രത്തിന് ഞങ്ങൾ നിയമം കൊണ്ടുവരും. അതിനുള്ള പരിഹാരവും കാണും. ഒരു സംശയം വേണ്ട. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. വഖഫ് ഭേദഗതി ബിൽ നിയമമാകട്ടെ എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടും. അത് രാജീവ് കൊച്ചുപറമ്പിൽ ഇടയ്ക്ക് പറയുകയും ചെയ്തിരുന്നു. ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഉപതെരഞ്ഞെടുപ്പിൽ മുനമ്പം പ്രതിഫലിച്ചെന്ന BJP വാദം ശരിയോ? ശരിയാണെന്ന് 55% പ്രേക്ഷകർ, അല്ല എന്ന് 45%. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. നവീൻ ബാബുവിന്റെ മരണത്തിൽ